നിങ്ങൾ സ്ക്രീന് കാണുന്നില്ല അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഏതായാലും നമുക്കിന്ന് ഈ ചാപ്റ്റർ തീർക്കേണ്ടതാണ്. സോ ബാക്കിയുള്ള ആളുകളും എല്ലാം നമ്മളോട് ജോയിൻ ചെയ്തോട്ട് വരുന്ന ആളുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വോയിസ് ക്ലിയർ ആണോ? അതുപോലെ തന്നെ PPT കാണുന്നുണ്ടോ എന്നുള്ളൊക്കെ ഒന്നൊരു തംസപ്പ് പറഞ്ഞിട്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. സോ 4th യൂണിറ്റ് നമ്മൾ ഇന്നലെ പിന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇനി 5th യൂണിറ്റ് ആണ്. 5th യൂണിറ്റും ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. പക്ഷെ ഇതിന്റെ മറ്റൊരു ഏരിയയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മാനേജ്മെന്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് എന്ന് കരുതരുത്. അതിനപ്പുറം ടീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി, അതുപോലെ മറ്റ് പാർട്ട്ണർഷിപ്പ്, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനാണ്. ഇതിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു പോവാണ്. ഓക്കെ, ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പിന്നെ വായിക്കാനൊക്കെ. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ PPTയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ കൂടി നമുക്കറിയാം അതിന്റെ ഏറ്റവും കടഞ്ഞെടുത്ത ഒരു പോയിന്റുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ എലാബറേറ്റഡ് വേ ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആണ് നോക്കണം. പിന്നെ മെയിൻലി വൺ മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സിനൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ഫൈൻ. സോ മാനേജ്മെന്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം, അതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെ, യൂണിറ്റ് 5. സോ ഹിയർ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് വെച്ചാല് കോമൺ ഇഷ്യൂസ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് പോകുന്നത്. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എന്താണ് life's challenges can affect both educators and students inside the classroom. Understanding common crisis types and having a clear response plan help maintain well-being and productivity for everyone involved. So നമുക്കറിയാം, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന ആ ഒരു സിസ്റ്റം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു നോർമൽ ക്ലാസ്സിലേക്ക് നമ്മൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ, അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു സെയിം ഒരു നോർമൽ ക്ലാസ് റൂം അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരുപാട് ചലഞ്ചസ് ആണ്. നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മുടെ ലൈഫിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ നേരിട്ടിട്ടുള്ള അല്ലെ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂം സിസ്റ്റത്തിൽ. അപ്പൊ എന്തൊക്കെയാണ് ഇതിലെ മെയിൻ ചലഞ്ചസ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത്. അപ്പോ ഈ ചലഞ്ചസുകൾ കൃത്യമായിട്ട് എന്താണ്, ഒരു ടീച്ചർ അതിനുള്ള ഒരു കാപ്പബിൾ ആയിരിക്കണം. നോർമൽ നമ്മളൊരു വീട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് സ്കൂളിൽ പോയി ക്ലാസ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ പക്ഷെ ഇതൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ക്ലാസ് മാനേജ്മെന്റ് നമ്മൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മളെ കരിയർ തന്നെ നമ്മൾ വെറുക്കാനൊക്കെ സാധ്യത. അപ്പോൾ അതിനൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം അല്ലെ. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികളായിരിക്കാം, പല രീതിയിൽ ഉള്ളതായിരിക്കും. ഇന്ന് എനിക്ക് എക്സ്പീരിയൻസ് ആയി. ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഈ മാൽദീവ്സ് തന്നെ കുറച്ച് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ കമ്പാരിറ്റീവ്ലി ഈ ഓട്ടിസം ഉള്ള കുട്ടികളും അതുപോലെ തന്നെ മെന്റലി തന്നെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഇന്ന് വളരെ റോങ് ആയിട്ട്, കുഴപ്പമില്ലാത്ത കുട്ടികളാണ് ക്ലാസ്സിലുണ്ടെങ്കിൽ വളരെ റോങ് ആയിട്ട് രാവിലെ തന്നെ ഫസ്റ്റ് പീരീഡ് തന്നെ എന്താണ് പിന്നെ വളരെ നെഗറ്റീവായിട്ട് കുട്ടി പ്രതികരിച്ചു. എന്ന് വെച്ചാല് ആ കുട്ടിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ട് ഒന്നും തെറ്റില്ല, കുട്ടി വരുന്നത് ആ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കാം. മേ ബി വീട്ടിൽ നിന്ന് എന്തോ പ്രശ്നങ്ങളോ മറ്റെന്താണോ. അപ്പൊ എനിക്കത് വളരെ ഇറിറ്റേറ്റ് ആയി. പക്ഷെ എനിക്കൊരിക്കലും എന്താൻ കഴിയില്ല, അതിന് പ്രതികരിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്റെ വെറുപ്പ് മൊത്തം കുട്ടികൾ തീർത്ത് കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളിലേക്കാണ് പോവുക. നമുക്ക് ലോകത്തെവിടെയും ടീച്ചേഴ്സിന് കുട്ടികളെ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എന്താണ് ഒരുപാട് വിഷയങ്ങൾ ഫേസ് ചെയ്യാനുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നെ ക്രൈസിസ് എന്തെല്ലാം നോക്കാം അല്ലെ, എന്തൊക്കെയാണ് കോമൺ ഇഷ്യൂസ്, അതുപോലെ അതിന്റെ സൊല്യൂഷൻസ് നോക്കാം. സോ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് അല്ലെ. Job loss, lawsuits or disasters can create a serious financial strain. Acknowledge the situation, set priorities, consolidate debts and seek help from family or community resources. അത് സൊല്യൂഷനും പ്രോബ്ലം കൂടെ നമ്മൾ ആ ഒരു ബോക്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം അല്ലെ,
പിന്നെ ഈ ഫാമിലി എന്തെങ്കിലും ഫിനാൻഷ്യലി ഒരു എക്കണോമിക്കലി ഡിഫിക്കൽട്ടി നേരിടുന്ന ഒരു സമയത്ത് ഇപ്പൊ അവരുടെ വരുമാനം നിലച്ചു പോയി, അല്ലെങ്കിൽ കടത്തിൽ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ മറ്റ് തരത്തിൽ എന്താണ് അവരുടെ ബേസിക് നീഡ്സുകളൊന്നും മീറ്റ് ചെയ്യാത്തൊരു സാഹചര്യം വരുമ്പോ അതെന്താണ്, ഇത് കുട്ടികൾ എന്താക്കും, സ്ട്രെസ് ഉണ്ടാക്കും, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും അല്ലെ. എന്താണ് കുട്ടികളൊരു എംബരാസ്മെന്റ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് അതൊന്നും പോകാൻ കഴിയില്ല. ചിലപ്പോൾ ചെറിയ സംഖ്യ ആയിരിക്കും എങ്കിൽ കൂടി പാരന്റ്സിന് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമുക്കറിയാം അല്ലെ, നമ്മളൊക്കെ ചെയ്യുന്നതായിരിക്കാം. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ആ സമയത്ത് കൃത്യമായി ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് എന്താ ചെയ്യാൻ കഴിയുക, ഒരുപക്ഷെങ്കിൽ ചെറിയ ക്യാഷൊക്കെയാണ് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് അവരെടുക്കണമെന്നില്ല, ഒരിക്കലും ഇല്ല, എങ്കിൽ കൂടി എന്താണ് അത്തരത്തിനുള്ള ഫണ്ട് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ ബന്ധപ്പെട്ട് വളരെ രഹസ്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. സപ്പോർട്ട് അല്ലെ, സ്കൂൾ അതോറിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലൊക്കെ സപ്പോർട്ട് തേടിക്കൊണ്ട് വളരെ രഹസ്യമായിട്ട്. നമ്മൾക്കറിയില്ലേ ചില പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂൾ ചേർന്ന് വീട് വെച്ചു കൊടുത്തതും അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നില്ലേ. അതൊക്കെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കേവലം ഒരു സ്കൂൾ പഠനശാല എന്നതിനപ്പുറം ഒരു വലിയൊരു മെസ്സേജാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. സോ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒന്നെന്ന് പറയുന്നത് health crisis അല്ലെ. neglected health habits or continuous overwork takes a toll, implement lifestyle changes. So diet, exercise, fresh air and seek multiple medical opinions when needed. So ഇത്തരത്തിലുള്ള ഹെൽത്ത് ക്രൈസിസ് വരുമ്പോൾ അല്ലെ, ഹെൽത്ത് ക്രൈസിസ് നമുക്കറിയാം ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലി ഉള്ള പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലത്തെ കുറെ കാര്യങ്ങൾ. അത്തരത്തിൽ എന്താണ് കുട്ടിയുടെ ഹെൽത്ത് പിന്നെ ക്ഷയിച്ചു പോകുന്ന പല കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വരുന്നൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് എന്താണ് ഹെൽത്ത് റുട്ടീൻസുകൾ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആണെങ്കിൽ അതിനുള്ള എക്സസൈസ് കാര്യങ്ങൾ. അപ്പൊ എല്ലാം ഒരു ടീച്ചറല്ല, നമ്മൾ ഫിസിക്കൽ ടീച്ചേഴ്സ് ഉണ്ടാവും, എല്ലാ ടീച്ചേഴ്സും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവല്ലോ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. മാത്രമല്ല ഇനി വേണമെങ്കിൽ എന്താക്കുക, സൈക്കോളജിക്കൽ ഹെൽപ്പ്, മെഡിക്കൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുക, അതിനുള്ളൊരു പിന്നെ ഒരു അഡ്വൈസ് കൊടുക്കുക. ഇനി ഒരു അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി സപ്പോർട്ട് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക. അത്തരത്തിൽ എന്താക്കുക ഈ ഒരു ഹെൽത്ത് ക്രൈസിസിനെ നമ്മൾ എന്താക്കുക അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയണം. മൂന്നാമത്തെ ഒന്നാണ് എന്ത്, വർക്ക് പ്ലേസ് കോൺഫ്ലിക്ട്. ടോക്സിക് ഇൻഡിവിജ്വൽ ആൻഡ് പേഴ്സണൽ കോൺഫ്ലിക്ട് റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി, റിമൈൻ പ്രൊഫഷണൽ, അവോയ്ഡ് കോൺഫ്രണ്ടേഷൻ. സോ അതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, വർക്ക് പ്ലേസ് ഇഷ്യൂ ആണ്. അഥവാ ഒരു പക്ഷെങ്കിൽ അത് പലതരത്തിലാണ് വരിക. ചിലപ്പോ എന്താണ് പാരന്റ്സിന് അവരുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ഇഷ്യൂ, അത്തരം ഇഷ്യൂ ഒക്കെ എന്താണ് സ്റ്റുഡൻസിനെ മറ്റൊരു രീതിയിൽ ബാധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു വീട്ടിലെ മൂത്ത കുട്ടി എന്ന നിലക്ക് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വർക്ക് പ്ലേസ് ഇഷ്യൂ അവനും എന്താണ് നേരിടാൻ സാധ്യത. അത്തരത്തിൽ എന്താണ് ഈ കുട്ടികളുടെ വീട്ടിലുള്ള സാഹചര്യം ഈ കുട്ടീനെ എന്താണ് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ജോബിൻ്റെതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇത്തരത്തിൽ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എന്താക്കണം, ആ കുട്ടിയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, ഒരുപക്ഷെ ആ കുട്ടി പല അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാതെ നമ്മൾ ഒരു കാം ആയിക്കൊണ്ട് വളരെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് എന്താക്കുക കുട്ടീനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യം തിരക്കുക അല്ലെ. ചില കുട്ടി ഈഗോയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതികരിക്കുന്നത് അത്തരത്തിലുള്ള കേസല്ല, അതൊക്കെ എക്സെപ്ഷൻ. അല്ലാത്ത പല കേസുകളും വരുമ്പോൾ നമ്മൾ വളരെ എന്താണ് ആസ് എ ടീച്ചർ ആയിക്കൊണ്ട് നമ്മൾ എന്താക്കുക അപ്രോച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അൺനെസസറി കോൺഫ്ലിക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ആ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. മാത്രമല്ല ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് അല്ലെ. നമ്മൾ ആ പെർസ്പെക്റ്റീവ്സുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് വർക്ക് പ്ലേസ് ഇഷ്യൂ വരുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ കരിയർ പ്രഷറാണ് അടുത്തൊന്ന് വരുന്നത്. പിന്നെ ഇവിടെ എന്താണ് കരിയർ പ്രഷർ, എന്താണ് ഓവർ വർക്കിംഗ് ഓർ അംബീഷ്യസ് കരിയർ ക്ലൈംബിംഗ് ക്രിയേറ്റ് സ്ട്രെസ്. സോ ഇത് പറയുന്നതെന്ന് വെച്ചാല് ഇല്ലേ, പിന്നെ ഈ വീട്ടില് നമ്മുടെ മലയാളത്തിൽ പണ്ടൊരു ഫിലിം ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടുകാരിലൊക്കെ എന്താണ് ഒരു കുട്ടി ഉണ്ടാവും. അവര് ചിലപ്പോൾ പഠിച്ച് നല്ല ചെറിയ ജോലിയൊക്കെ ജീവിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ മിഡിൽ ക്ലാസ് ആയി ജീവിച്ചു പോയ ആളുകളായിരിക്കാം. പക്ഷെ അവരെ കുട്ടിയെ കൊണ്ട് അവർ അമിതമായിട്ട് ആഗ്രഹിക്കുക. ആ കുട്ടിയുടെ താല്പര്യം ഒന്നാണെങ്കിൽ അതല്ല എന്റെ കുട്ടി ഇന്നതാണെന്ന് പാരന്റ്സ് തീരുമാനിച്ച് അത്തരത്തിൽ എന്താണ് ഒരു കരിയർ പ്രഷർ കുട്ടി കൊടുക്കുമ്പോൾ സ്വാഭാവികം കുട്ടി മെന്റലി സ്ട്രെസ്ഡ് ആണ്. ഒരുപക്ഷെങ്കിൽ അത് സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്താൻ സാധ്യതയുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പിന്നെ ഒരു കരിയർ പ്രഷർ എന്താണ് കുട്ടിയിൽ കൊടുക്കാതിരിക്കുക. നമുക്ക് ആ കുട്ടിയുടെ ടേസ്റ്റും സ്കില്ലിനനുസരിച്ച് എന്താക്കുക ആ കുട്ടിയെ വിടാം. ആ തരത്തിൽ വേണ്ട സപ്പോർട്ടിലാണ് ഒരു ഫാമിലിയുടെ ഭാഗത്തും സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് കുട്ടിയോട് സംസാരിക്കാൻ കഴിയണം അല്ലെ. എന്താണ് അവരുടെ ഗോൾ ആൻഡ് ഇൻട്രസ്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. അതിനുശേഷം അതിന് വേണ്ട അല്ലെങ്കിൽ മുമ്പിൽ ഒരുപാട് കരിയർ ഓപ്ഷൻസുകൾ കൊടുക്കാം. ഇതൊക്കെയാണ് നിന്റെ മുമ്പിൽ പോയി. ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം, പണ്ടത്തെ ആളുകളൊക്കെ പറയുന്ന കേട്ടോ, എനിക്ക് അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഈ കാലത്ത് അങ്ങനെ ഒരു കുട്ടി പറയേണ്ട ആവശ്യമില്ല. കാരണം
കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള വഴികള്, മൈന്യൂട്ട് കോഴ്സുകളും എല്ലാ സാധ്യതകളും അറിയാൻ പല വഴികളും ഉണ്ട് അല്ലെ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ വരെ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. AI ചോദിച്ചാൽ AI പറഞ്ഞു തരും. ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിലും നല്ല ഏരിയയിൽ പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് ഇൻ ഫാമിലി അല്ലെ. ഫാമിലി ഉണ്ടാകുന്ന മറ്റ് റിലേഷൻഷിപ്പ്, അതുപോലെ മാരേജ്, അതുപോലെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ചിലപ്പോ അമ്മയും അച്ഛനും ഡൈവോഴ്സ്ഡ് ആകുമ്പോൾ കുട്ടി അതിനിടയിൽ നിന്നുള്ള പ്രയാസം, അതുപോലെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാത്തത്, പിന്നെ ഇതൊക്കെ കുട്ടിയുടെ ഒരു സാഡ്നെസ് അല്ലെ കുട്ടിയുടെ ആങ്കർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കും. ചില കുട്ടികളൊക്കെ ക്ലാസ്സിലാണെങ്കിൽ മനസ്സൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് വീട്ടിൽ ചില സാഹചര്യങ്ങളായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടിയായിട്ട് വെക്കുക. അതാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് അല്ലെ. പറയുന്നത് സീക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ കീപ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആൻഡ് ട്രീറ്റ് എൻഡിങ് റിലേഷൻഷിപ്പ് ആസ് എ ട്രൂ ലാസ്റ്റ് റിസോർട്ട്. സോ കൃത്യമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കുട്ടി കൊടുക്കാൻ കഴിയുക. ഇനി അത് നമ്മളെ കൊണ്ട് കുട്ടികൾ കൂടാത്തതാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അതിനുവേണ്ട അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യും. ഇപ്പൊ എല്ലാ സ്കൂളുകളിലും പിന്നെ ഈ കൗൺസിലിംഗ് ടീച്ചേഴ്സ് ഒക്കെ വളരെ നിർബന്ധമാണ്. കാരണം എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുന്ന സാഹചര്യം എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റു പോയിന്റുകളും പറയുന്നുണ്ടെന്നോ അല്ലെ. പിന്നെ ഈ അൺഫെയർ ട്രീറ്റ്മെന്റ്, ഒരു അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ ഇതൊക്കെ ഓക്കെ. ഫൈൻ. നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കാം കേട്ടോ. ഈ 5 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂയിങ്. അൺഫെയർ ട്രീറ്റ്മെന്റ് ആണ് അടുത്തെന്ന് പറയുന്നത്. സോ oppression based on race, gender or status harms psych or productivity, ഷെയർ ഫാക്ച്വലി. അപ്പോ അതാണ് അടുത്തൊരു പ്രശ്നം പറയുന്നത്. അഥവാ കുട്ടി കുട്ടി ഒരു ഡിസ്ക്രിമിനേഷൻ ഓർ ബയാസ് അല്ലെ, ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് ഓഫ് ജെൻഡർ, ഫാമിലി, എബിലിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ്, വാട്ട് എവർ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആ കാരണങ്ങളെ കൊണ്ട് ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ ഇപ്പൊ അടുത്ത് നമ്മളെ നാട്ടിലൊരു ആത്മഹത്യ നടന്നില്ലേ, നമുക്കത് കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞാല് വടക്കൻ കേരളത്തിന്റെ ഭാഗത്താണ് അല്ലെ. അത് നിതിൻ രാജ് എന്നാണ് ഞാൻ ഓർക്കുന്നത്, പേര് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ വാദിച്ചത് അതാണ്. ഈ ഒരു അൺഫെയർ ട്രീറ്റ്മെന്റ് ആയിരുന്നു ആ കുട്ടിക്ക്. അതിന്റെ ഒരു അടിസ്ഥാനത്തായിരുന്നു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതാണ്. അതിന്റെ പിന്നിൽ മറ്റൊരു സത്യം ഉണ്ടോന്ന് അറിയില്ല. എങ്കിൽ കൂടി പ്രഥമ ദൃഷ്ടിയാ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലത് കുട്ടീനെ മാനസികമായിട്ടത് ഒരു പീഡനം തന്നെയാണ് കുട്ടി കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ കൃത്യമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് സ്കൂളിൽ നിന്നും ചിലപ്പോൾ കുട്ടികൾ പരസ്പരം കളിയാക്കുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് ഇട്ടുകൂടാതെ അത് കൃത്യമായി അഡ്രസ് ചെയ്യണം. അത് നമ്മളെ കൊണ്ട് കഴിയാത്ത കേസാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് അതോറിറ്റിനെ അറിയിക്കുക, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കൃത്യമായി അറിയിക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ ഒരു ഫെയർ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്കൊക്കെ നമുക്ക് അവസരങ്ങൾ കൊടുക്കുക. അത്തരത്തിൽ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് വൺ പറയുന്നത് emptiness and boredom. Being in a rut makes life feel stagnant, break routines deliberately. So ഇത് പറയുന്നതെന്ന് വെച്ചാല് പിന്നെ ഈ ഇത്തരത്തിൽ കുട്ടികൾ ബീൻ എ നട്ട് മേക്ക് ലൈഫ് ഫീൽ സ്റ്റാഗ്നന്റ്. അഥവാ ഒരു സ്ഥിരമായിട്ടുള്ള കുട്ടി എപ്പോഴും ഒരു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഒരു ബോർ ഫീൽ ആയി വരുന്നുള്ളതാണ്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പിന്നെ നമ്മൾ പ്രഭാതകത്യങ്ങൾ കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുന്നത്, വെറുതെ ക്ലാസ്സിൽ കുറെ ഇരിക്കുന്നുണ്ട്, പിറ്റേ ദിവസം പോയി, പിന്നെ മറ്റു പീരീഡുകൾ, ഇങ്ങനെ ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് എന്താവും? അപ്പൊ ക്ലാസ് റൂമിൽ ഒരു കേവലം ലെക്ചറിങ് എന്നതിനപ്പുറം കുട്ടികൾക്ക് നല്ലതും ആക്ടിവിറ്റി ബേസ്ഡും കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരു പഠനാന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകൾക്കും നമ്മൾ CA അല്ലെ, ആർട്ടിന്റെ പീരീഡുകൾ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ്, അത്തരത്തിലുള്ള പീരീഡുകളൊക്കെ കൊടുത്ത് കുട്ടികൾ എൻഗേജ്ഡ് ആക്കുക. ഒരു ഡെയിലി റുട്ടീൻ റിപ്പീറ്റ് ആകുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു ഫീൽ ബോർഡം അല്ലെങ്കിൽ എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് ഒരു അവസ്ഥ അവർക്ക് വരുന്നത് എന്നുള്ളതാണ്. അതാണ് ഒരു കാര്യം. അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ അല്ലെ. കൺഫ്യൂഷൻ, ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് കൺസെൻട്രേഷൻ സിഗ്നൽസ് എ മെന്റൽ സ്റ്റാറ്റസ് ഷിഫ്റ്റ്. സോ ഇത് അക്കാഡമിക്കലി മാത്രമല്ല ലൈഫിൽ മറ്റു പല കാര്യങ്ങളും കുട്ടികളിലേക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഒരു പക്ഷേ അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ ചില കോണ്ടന്റുകൾ അല്ലെ, ആ കോണ്ടന്റ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ലൈഫിൽ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വരുമ്പോൾ ഒരു മെന്റലി ഓവർവെൽം ആവാറ്. അത്തരം സാഹചര്യങ്ങൾ അത്
പിന്നെ കുട്ടിയുടെ മറ്റു കാര്യങ്ങളും അത് ബാധിക്കാൻ സാധ്യത. ഒരുപക്ഷെ പേഴ്സണൽ സ്ട്രെസ് ഉണ്ടാവും, ചില കുട്ടികൾക്ക് ഉണ്ടാവും. നമുക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മാനസികമായിട്ട് വലിയ പ്രയാസവും. നമ്മളിപ്പോ ചെറിയ കോണ്ടന്റ് നമുക്ക് കൃത്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അത് മനസ്സിലാവുന്ന വരെ പ്രയാസം ഉണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പിന്നെ അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ സിറ്റിംഗ് നമ്മൾ കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ എന്താക്കാം, പിന്നെ സീക്ക് മെഡിക്കൽ ഹെൽപ്പ്, സ്പീക്ക് വിത്ത് സൈക്കോളജിസ്റ്റ്, ഡോണ്ട് ഇഗ്നോർ പേഴ്സണൽ കൺഫ്യൂഷൻ. സോ അപ്പോ ഇത്തരത്തിൽ ഇനിയിപ്പോ ഒരു കണ്ടന്റ് തിരിയാത്തതിന്റെ പ്രയാസമാണെങ്കിൽ ആ കുട്ടിക്ക് കണ്ടന്റ് കൃത്യമായിട്ടൊന്ന് ഇൻഡിവിജ്വലി സിറ്റ് ചെയ്ത് ഒരു ഫേസ് ടു ഫേസ് സിറ്റിംഗ് ഇരുന്ന് എന്താക്കുക, അത് ക്ലിയർ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു അഡീഷണൽ സപ്പോർട്ട് എക്സ്പ്ലനേഷൻ വേണേൽ അത്തരത്തിൽ. ഇനി ഇതെല്ലാം പ്രൊഫഷണൽ സീക്ക് ആ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അത്തരത്തിലുള്ളത്. ഒരിക്കലും എന്താക്കരുത്, നമ്മൾ അതിനെ ഒരു ഇഗ്നോർ ചെയ്ത് എന്താക്കരുത്, ഇടരുത്. നമ്മൾ അതിനെ അഡ്രസ് ചെയ്യാൻ തന്നെ വേണം. മറ്റൊന്നാണ് ഫ്രണ്ട്ഷിപ്പ് പ്രോബ്ലം അല്ലെ. ജലസി, ബാക്ക് സ്റ്റാബിങ് ആൻഡ് ബിട്രയൽ erode trust. So set healthy boundaries, confront those working against you when appropriate and release toxic connections. ഇതാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. നമുക്കറിയാം, നമ്മൾ ഈ ബസ്റ്റിയുടെ കാലഘട്ടമാണല്ലോ. അപ്പോ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരു ഭയങ്കര വിഷയമാണ്. പണ്ടൊക്കെ നമ്മളെ എന്താ പറയാ, ദാമ്പത്യ ജീവിതത്തിലാണ് ഒരു പക്ഷേ നമ്മളെ ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവുക. ഇത് നമ്മൾ ഫ്രണ്ട്ഷിപ്പിലെ ഒരു പൊസസീവ്നെസ് വന്ന് കയറി കൂടിയിട്ടുണ്ട്. അത് വലിയ അപകടമാണ്. നമ്മൾ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അയാൾ മറ്റൊരാളോട് പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് തമ്മിൽ പ്രശ്നമായി, അത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. അത്തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് പ്രോബ്ലം ഉണ്ടാവും അല്ലെ. അവരുടെ ജലസി ഉണ്ടാവും, അവരുടെ എന്താണ് വഞ്ചനകൾ ഉണ്ടാവും അല്ലെ. അതിന് അവരുടെ ഒരു പിയർ പ്രഷർ ഉണ്ടാവും, അവരുടെ ഒരു സമപ്രായക്കാർ തമ്മിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾ പറഞ്ഞ പോലത്തുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താകും, കുട്ടീനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് കുട്ടി മാറും. അതുപോലെ തന്നെ എന്താണ് സ്ട്രെസ് ആവും. ഈ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ സിസ്റ്റത്തിൽ തന്നെ നമുക്കറിയാം, അവർ രണ്ടാൾ നമ്മൾ മാത്രമേ ചിലപ്പോൾ സംസാരിക്കാം, മറ്റാരുമായിട്ട് അവർക്ക് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവര് തമ്മിൽ എന്തോ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി ഐസൊലേറ്റഡ് ആവാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യം നമ്മളിപ്പോഴത്തെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താക്കാം, നമ്മള് വളരെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് കാണാം അല്ലെ. ഫ്രണ്ട്ഷിപ്പ് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മാത്രം കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യുക അല്ലെ. നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് കുട്ടികൾ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെന്താണ്, അതിനുവേണ്ട പിന്നെ ഒരു സ്കില്ലുകൾ കുട്ടിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയും കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ധാരണ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് പ്രോബ്ലം. പിന്നെ മറ്റൊന്നാണ് ഹോണ്ടിങ് പാസ്റ്റ് അല്ലെ. പാസ്റ്റ് ആക്ഷൻസ് ക്യാൻ റീസർഫേസ് ആൻഡ് വെയ് ഹെവിലി. സോ ഇത് മറ്റൊരു പ്രയാസമാണ്. ഇപ്പൊ കുട്ടികൾക്കിടയിൽ അല്ലെ, അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ്, ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ അവരിൽ നിന്നുണ്ടായ ചില മിസ്റ്റേക്സുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ട്രോമ കാര്യങ്ങളായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇവന്റ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടീനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരും. അത്തരത്തിൽ ഈ പിന്നെ മെമ്മറീസ് അവരെന്താവും ഇപ്പോ കറന്റ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരൊരു ഗിൽറ്റി ഫീലിംഗ്, അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഫിയർ അവരിൽ ക്രിയേറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോകും. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ കൃത്യമായിട്ടുള്ള എന്താണ് പിന്നെ to settle unresolved issues and own up to leaked secrets before they define you. So എന്താണ് ഒരു കുട്ടിക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് കൃത്യം ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, ഒരു ഫോർഗീവ്നെസ് എന്നുള്ള ഒരു കപ്പാസിറ്റി അല്ലെ. സ്വന്തം തെറ്റുകൾ അത് സ്വന്തത്തോട് പുറത്തു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അത് പിന്നെ മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസ്ഥ കുട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെ. നമ്മൾ തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ തെറ്റുകൾ നമ്മൾ തന്നെ അതിനെ വേട്ടയാടാന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസമുള്ളതാണ്. ഒരു ഇമോഷണൽ സപ്പോർട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാം ഇല്ലേ. അതുപോലെ തന്നെ ഇനി പണ്ട് കാലത്തുള്ള എന്തെങ്കിലും പ്രശ്നം സ്റ്റിൽ ഇറ്റ്സ് പ്രിവൈലിംഗ്, അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ എന്താണ് ജസ്റ്റ് ഹെൽപ് ദം ടു റിസോൾവ് ദാറ്റ് പാസ്റ്റ് ഇഷ്യൂ വേർ ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ. നമുക്കത് പോസിബിൾ ആവുകയാണെങ്കിൽ വി ക്യാൻ ഹെൽപ് ദം. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് 10ഓളം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ചലഞ്ചസ്, നമ്മളെ ക്ലാസ് റൂമിൽ ഉണ്ടാവുന്ന ഈ ഒരു കോമൺ ചലഞ്ചസ് ഇതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ 10 കാര്യങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനും അപ്പുറം പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ എന്താണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പ്ലസ് അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 10 പോയിന്റ് വേറിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. സൊല്യൂഷൻസ് നമുക്ക് തന്നെ എഴുതാം. എല്ലാത്തിനും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഓപ്പൺ ടോക്കിംഗ്, ഇതിനൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. സൊല്യൂഷൻ നമുക്ക് എഴുതാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ പോയിന്റ് 10 കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കാണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ്, കുട്ടികൾ ഉണ്ടാവുന്ന കോമൺ ചലഞ്ചസുകളാണ്. എന്തൊക്കെയാണ് കോമൺ ഇഷ്യൂസ്, എന്താണ് കോമൺ ചലഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, കുട്ടികൾ ഉണ്ടാവുന്ന. ഇനി അടുത്തെന്ന് പറഞ്ഞ ചലഞ്ചസ് ടീച്ചേഴ്സ് ഫേസ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇനി ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന
എന്താണ് പിന്നെ ചലഞ്ചസ് ആണ്. രണ്ടും നമ്മൾ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, കുട്ടികൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, കുട്ടികളുടെ പ്രശ്നങ്ങൾ പല തരത്തിലാണ്. ആ ഒരു ചലഞ്ചസ് ആണ് നമ്മൾ 10ഓളം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നിനി ചലഞ്ചസ് ടീച്ചേഴ്സ് ഫേസ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് പറയുന്നത്. ഓക്കെ, നോക്കാം. So, inclusive education is a rewarding but demanding practice. Teachers encounter a range of challenges, from gap in training to emotional and logical complexities that require ongoing support, reflection, and professional development. So, ഒരു എന്താണ് പറയാ, ഓക്കെ, അപ്പോ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം ടീച്ചേഴ്സ് നോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ നിന്നും ഒരു ടീച്ചർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കാൾ ഒരു പരിധിവരെ ഒരുപാട് അധികം ചലഞ്ചസ് ഒരുപക്ഷെ അവരുടെ ലൈഫിൽ നേരിടേണ്ടി വരും. മറ്റേ ടൈമിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ക്ലാസ്സിൽ നമ്മള് കരിക്കുലം അല്ലെങ്കിൽ അതിന്റെ ലെസൺ പ്ലാനുകൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ എടുക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഉണ്ടാവും. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് 40 മിനിറ്റ് 45 മിനിറ്റ് ഉള്ള പീരീഡിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ക്ലാസ് മാനേജ്മെന്റിന് മാത്രം സമയം ചിലവഴിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പല സാഹചര്യങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രാത്രികളും പകലുകളും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന PPT-കൾ അല്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന എന്താണ് സ്റ്റഡി മെറ്റീരിയലൊക്കെ നമുക്ക് ഒരു ഉപയോഗത്തിനില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മെന്റലി നമ്മൾ സ്ട്രെസ്ഡ് ആവും. അപ്പൊ ഇത്തരം ചലഞ്ചസുകൾ ഒരുപാട് നമ്മൾ ക്ലാസ് റൂമിൽ നേരിടേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. സോ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലാക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ഇൻക്ലൂഷൻ സെറ്റിംഗ്സ് ആണ്. അഥവാ എഡ്യൂക്കേറ്റേഴ്സ് എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫൻ സ്ട്രഗിൾ വിത്ത് കോ ടീച്ചിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഡിഫറൻഷിയേറ്റഡ് ലെസൺ പ്ലാൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അല്ലേ, ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻക്ലൂസീവ് സിസ്റ്റം എല്ലാ ക്ലാസ്സുകളും മിക്കവാറും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കൊന്നും ഒക്കെ പുതുമയാണ്. ഇതുവരെ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് അവരിരുന്നത്. ഒരു ടീച്ചറായി വരുമ്പോൾ അത് വളരെ പ്രയാസമാണ്. മാത്രമല്ല നമുക്കറിയാം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കുട്ടി ഒരു ടീച്ചർ എന്താക്കണം, വ്യത്യസ്ത രീതിയിലുള്ള ലെസൺ പ്ലാനുകൾ ഉണ്ടാക്കണം. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ സ്റ്റഡി മെറ്റീരിയൽസ് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ലെവലിലായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രഗിൾഡ് ആണ്. ഒരു പീരീഡിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ലെസൺ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായ കാര്യമാണ്. അപ്പോ ഇതിന് ഒരു പരിഹാരം എന്ന് പറയാൻ നമുക്കറിയാം അല്ലെ, ഇതിന് തന്നെ കൃത്യമായിട്ട് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളും പ്രൊഫഷണൽസിന്റെ സഹായം അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായ ഒരു ധാരണയോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് എത്ര ധാരണകൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമ്മൾ എന്താണ് എക്സ്പേർട്ടായി മാറുന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതാണ് അല്ലെ, ലാക്കിംഗ് എക്സ്പീരിയൻസ്. രണ്ടാമത്തത് working with the severe and profound disabilities. Students with the significant needs require specific adaptations and medical attention. Without adequate experience, educators risk poor academic progress or avoidable medical incidents. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, പിന്നെ ചില കുട്ടികൾക്കൊക്കെ സിവിയർ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോ ഈ കുട്ടികൾക്ക് ക്ലാസ് ടൈമിൽ തന്നെ ചില സമയങ്ങളിൽ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ അസിസ്റ്റീവ് ഡിവൈസുകളൊക്കെ എന്താണ് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഇപ്പോ ഒരു പക്ഷെ അവർക്ക് ഈ എന്താണ് പറയാ ചില ചികിത്സകളൊക്കെ ചില മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഓൺ ടൈമുകളിൽ കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ളത് കൃത്യമായൊരു ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ഒരു അൺപ്രിപ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അൺകംഫർട്ട് അവർക്ക് ഫീൽ ആവും. ഇതൊന്നും അവർക്ക് ഒരു വലിയൊരു ബേർഡൻ ആയിട്ട് അവർക്ക് ഫീൽ ആവുന്നുണ്ടാവും. അത് കുട്ടിയുടെ പഠന വിഷയത്തിൽ മാത്രമല്ല, അത് ഈവൻ സേഫ്റ്റി വിഷയത്തിലും കുട്ടിയുടെ ആ ഒരു ജീവിതത്തിന്റെ ഒരു സേഫ്റ്റി വിഷയത്തിൽ വരെ അതൊരു ഒരു പക്ഷെ നെഗറ്റീവായിട്ട് അതിന് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഈ വളരെ സിവിയർ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ട്രൂലി ഇൻക്ലൂസീവ് ആക്ടിവിറ്റീസ്. ഫൈൻഡിങ് ആക്ടിവിറ്റീസ് ദാറ്റ് ജെന്യുവൻലി ഇൻവോൾവ് എവറി സ്റ്റുഡന്റ്, ഇൻക്ലൂഡിംഗ് those who need adaptive equipment or alternative communication tools, is a persistent and creative challenge. Okay,
മൂന്നാമത്തെന്ന് പറഞ്ഞാല് ഒരു ടീച്ചർ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞു വേറെവർ പോസിബിൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താക്കണം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. ഒരു കുട്ടിക്ക് തീരെ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ആ കുട്ടിക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടത്. മറ്റു സ്ഥലത്തൊക്കെ കുട്ടീനെ മാക്സിമം പിയർ ഗ്രൂപ്പുമായിക്കൊണ്ട് ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഒരു ആക്ടിവിറ്റി അത് എല്ലാ കുട്ടികളെയും എൻഗേജ് ചെയ്തുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ, അവരുടെ എബിലിറ്റിയോ മറ്റ് ചലഞ്ചസോ ഒന്നും പരിഗണിക്കാതെ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാല് ടീച്ചേഴ്സിന് അത്രത്തോളം അതിൽ റിസ്ക് എടുക്കണം എന്നുള്ളതാണ്. അതിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പരിഗണിക്കണം, ഏവറേജ് കുട്ടികളെ പരിഗണിക്കണം, ഇത്തരത്തിൽ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഡിസേബിൾ ആയ കുട്ടികളെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ അത്രത്തോളം വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ടീച്ചർ ഉറപ്പുവരുത്തുകയും വേണം അല്ലെ, നോ സ്റ്റുഡന്റ് ഫീൽ എക്സ്ക്ലൂഡഡ് വൈൽ മെയിൻറ്റെയിനിങ് മീനിങ് ലേണിംഗ് ഫോർ ഓൾ. ഇത്തരത്തിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ടീച്ചർ ഒരു കുട്ടി പോലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് പറയുന്ന ഒരു അർത്ഥം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടി, ആ ഒരു ഗിഫ്റ്റഡ് ആയ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷീറ്റ് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാവരുത്. അവന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യം പിന്നെയും പിന്നെയും കൊടുക്കുന്നത് നമ്മൾ അർത്ഥമില്ല. അപ്പൊ ആ കുട്ടിയും പരിഗണിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുണ്ടാവുമ്പോൾ ഒരേപോലത്തത് ചെയ്യാൻ പറ്റുന്നിടത്തിൽ ചെയ്യുക, അല്ലാത്തതിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്ററിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അധികമാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് അധികമാണെങ്കിൽ ടീച്ചേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമാണ്. സോ അതാണ് അടുത്തൊരു പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിങ് സ്റ്റുഡൻസ് വിത്ത് മോഡറേറ്റ് ഡിസബിലിറ്റി. സ്റ്റുഡന്റ് വിത്ത് മിഡിൽ disabilities like add or language delays can fall through the cracks when teacher to student ratios are high and attention is stretched thin. ഇവിടെ എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ സിവിയർ കേസാണ് പറഞ്ഞത്. സിവിയർ കേസിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് അവിടെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ സേഫ്റ്റി വരെ ഇഷ്യൂ എന്നുള്ളത്. ഇനി ഇവിടെ പറയുന്നത് വെച്ചാൽ ലെസ് സിവിയർ കേസാണ്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടീനെ നമുക്ക് സിവിയർ കേസ് എന്ന നിലക്ക് ഒരു എക്സ്ട്രാ ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ആവറേജ് കുട്ടി എന്ന നിലക്ക് പരിഹരിക്കാനും പറ്റില്ല. അത്തരത്തിൽ വളരെ ലെസ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആ കുട്ടിയെ പരിഗണിക്കുക ആവറേജ് കുട്ടികളോട് തന്നെ ആയിരിക്കും. അങ്ങനെ ആവറേജ് കുട്ടിയോട് തന്നെ പരിഗണിക്കുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ടല്ലോ, ഈ ചെറിയ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു അറ്റൻഷൻ ഡിഫിക്കൽറ്റി ആയിരിക്കും. ടീച്ചർ പറയുന്ന സമയത്ത് അപ്പൊ തന്നെ ഗ്രാസ്പ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഡിലേ ഉണ്ടാവുന്ന ഒരു കുട്ടിയായിരിക്കും അല്ലെ, പറഞ്ഞത് കാര്യം അപ്പൊ മനസ്സിലാകല, ഭാഷ മനസ്സിലാകല, പിന്നെ മെല്ലെ മനസ്സിലാവുന്ന അത്തരത്തിലുള്ള പ്രശ്നമുള്ള കുട്ടിയായിരിക്കും. ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്, നോട്ട് റിസീവ് ആൻ ഇനഫ് അറ്റൻഷൻ അല്ലെ, ബിക്കോസ് ദേ നീഡ് ആർ ലെസ് വിസിബിൾ. കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു ഇനഫ് അറ്റൻഷൻ, ഒരു 1-to-1 അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവരോടും കൂടെ പറയുമ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു ഡിലേ ആണ്. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുമ്പോഴേക്ക് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലെസ് സിവിയർ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പഠിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു ചലഞ്ചാണ്. അടുത്തൊന്ന് dealing with the death of a classmate. Like when students have a chronic illness, teachers may need to help the entire class in the process grief. A deeply sensitive responsibility requiring emotional readiness and guidance. So next one എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില കേസുകൾ എക്സെപ്ഷണൽ കേസുകളാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. നമ്മളെ ക്ലാസ്മേറ്റിന്റെ മരണങ്ങളോ അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള പിന്നെ രോഗങ്ങൾ അല്ലെ, സീരിയസ് ഹെൽത്ത് കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ഒരു ടീച്ചറെ സംബന്ധിച്ചുള്ള ആ ടീച്ചർക്ക് നമ്മളെ ഷെയർ ചെയ്യുന്നത് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഇത്തരത്തില് പിന്നെ ടീച്ചർക്ക് ആ ക്ലാസ്സിനെ അവരുടെ മെന്റലി അവരെ കൺട്രോൾ ചെയ്യാന്നുള്ളത് മറ്റൊരു പ്രയാസമാണ്. കാരണം ഓരോ കുട്ടികളും പല രീതിയിലാണ് പ്രതികരിക്കുക, ഓരോ കുട്ടികളും പല രീതിയിലാണ് അതിനെ ഇമോഷണലി അതിനെ ഫേസ് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ ആ ഒരു സമയത്ത് കുട്ടിയെ പിന്നെ ആ കുട്ടികളൊക്കെ എന്താണ് ഇമോഷണലി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഇവിടെ നമ്മൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലെ മാത്രമല്ല, അല്ലാതെ ഒരു നോർമൽ ഒരു ക്ലാസ് റൂമിലും ഈ ഒരു പ്രയാസം ഒരു പക്ഷെ സെയിം തന്നെയായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഓക്കെ. സോ നമ്മൾ കുറച്ചുകൂടെ കാര്യം അല്ലേ, പിന്നെ റിസോഴ്സസ് ആൻഡ് സ്റ്റാഫ് ഗ്യാപ്പ്, അതുപോലെ തന്നെ റിലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ചലഞ്ചസ്, ഇതും കൂടെ നമ്മൾ പറയുകയാണ് ഇതിനോടൊപ്പം തന്നെ. ശരി, നോക്കാം. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് നോട്ട് ഹാവിങ് ഇനഫ്
the teaching aid, like inclusive classroom require adequate aid support for daily activities, but funding shortfalls leave many classroom under resources. So ഇതാണ് അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതും ടീച്ചർ ഫീസ് എന്ന ഇഷ്യൂ തന്നെയാണ്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് അവരുടേതായ ടീച്ചിങ് എയ്ഡുകൾ കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു ഫണ്ട് സിസ്റ്റം ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കൃത്യമുള്ള സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതും ആ ഒരു ഫണ്ട് ഷോർട്ടേജ് അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് എയ്ഡ്സിന്റെ ഷോർട്ടേജ് ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ആ ഒരു ഇൻഫർമേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ് അല്ലെ. ഒരു കണ്ണ് കാണാത്തൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ബ്രെയിൽ ബുക്ക് ഇല്ലാതെ അല്ലെ, അല്ലെങ്കിൽ ഹിയറിങ്ങിന് പ്രശ്നം ഒരു കുട്ടിക്ക് ഹിയറിംഗ് എയ്ഡ് ഇല്ലാതെ അത് ക്ലാസ് എടുത്തോണ്ട് കാര്യമില്ല. ആ കുട്ടി വെറുതെ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. Coordinating therapies, organizing daily schedules to accommodate speech, OT, PT sessions while keeping all students engaged is nearly logistic challenge. So ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചില കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്പീച്ച് തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, മറ്റ് ഒക്യുപ്പേഷണൽ തെറാപ്പി. ഈ സ്കൂൾ അവറിന്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോ ഇത്തരത്തിൽ എന്താക്കുക, ഈ ഷെഡ്യൂളുകളൊക്കെ മാനേജ് ചെയ്യാന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള കേസിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ചില കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. കൃത്യമായിട്ടുള്ള ഷെഡ്യൂളാണ്. കുട്ടിക്ക് ഇത്ര അവർ ഒരു 15 മിനിറ്റ് ഫിസിക്കൽ തെറാപ്പി കൊടുക്കുന്നുണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്, സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് റെഗുലർ ക്ലാസ് റൂമിലെ ഒരു ടീച്ചർ ഇതൊക്കെ ഈ ഷെഡ്യൂൾ എന്താണ് പറയാ ഈ ടൈം ടേബിൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആണ് എന്നുള്ളതാണ്. അതാണ് കോർഡിനേറ്റിംഗ് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് addressing in the individual IEPs, balancing multiple individualized educational program while meeting diverse academic standards demand exceptional organizational skill. അതാണ് മറ്റൊന്ന്. അഥവാ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ലെസൺ പ്ലാൻ നമുക്കറിയാം IEP അല്ലെ. IEP അപ്പോ ഒരു ടീച്ചറിന് എന്തായിരിക്കണം, ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ IEP പ്രോഗ്രാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇല്ലേ, വിത്ത് ഡിഫറെന്റ് ഗോൾ ആൻഡ് സ്ട്രാറ്റജി. ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ ലെവലിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അത് ഒരുപക്ഷെ ലെവലുകളായിട്ടായിരിക്കാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ മാത്രമല്ല, കൊടുക്കുന്ന വർക്ക്ഷീറ്റ് ആയി കഴിഞ്ഞാലും അതിന്റെ അസസ്മെന്റ് രീതി ആയി കഴിഞ്ഞാലും എല്ലാം ഇത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ കൊടുക്കണം. ഇൻഡിവിജ്വലൈസ്ഡ് ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇത്തരത്തിലൊരു കാര്യത്തെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ഒരു അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലൊക്കെ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അല്ലാതെ ഒരു ന്യൂലി ടീച്ചർ അല്ലെ, ഒരു ഫ്രഷ് ടീച്ചർ അല്ലെങ്കിൽ എന്താണ് പറയാ കൃത്യമായിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊക്കെ ഒരു വലിയൊരു ബേർഡൻ ആയിട്ട് അവർക്കും വരുന്നുള്ളതാണ്. അപ്പോൾ ഒരു അഡ്രസ്സിങ് ഇൻഡിവിജ്വലൈസ്ഡ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് അതൊരു ചാലഞ്ചിങ് ആണ്. പിന്നെ അടുത്തൊന്നാണ് എന്ത്, teaching compassion, relational and community challenges. So teaching compassion, educators must actively address insensitivity and model respectful behavior so all students treat one another with dignity regardless of ability. ഇത് മറ്റൊരു കാര്യമാണ്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളും മറ്റുള്ള കുട്ടികളും ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ ഇത്തരത്തിലുള്ള കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് സംഭവിക്കണമെന്നില്ല അല്ലേ. അവരുടെ പിയേഴ്സിനൊക്കെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻറ്റുകളായിരിക്കാം. സോ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം apart from this academic purpose, she or he has to teach this kind of empathy, respect, kindness അല്ലെ. അത്തരത്തിലൊരു പോസിറ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ടീച്ചർ ഫോക്കസ് ചെയ്യണം. അത്തരത്തിൽ എന്താണ് ഒരു ടീച്ചിങ് കമ്പാഷൻ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അതും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചബിൾ ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് managing parent concerns. Like parents of typically developing students may worry their child's learning will suffer. So teachers must communicate clearly that every student's need will be met. ചില പാരന്റ്സുകളൊക്കെ എന്താണ് ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കൃത്യമായിട്ട് അവരുടെ കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രസ് ഇല്ല എന്നുള്ളത് അല്ലെ. ഇത് പാരന്റ്സിന്റെ മെന്റാലിറ്റി പല രീതിയിലായിരിക്കും. ചില പാരന്റ്സുകൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെ എന്താണ് ഒരു എക്സെപ്ഷണൽ സ്കൂൾ അല്ലെ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു
ഒരു ഒരു ബോഡി ബഡ്സ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമാണ്. തന്റെ മക്കളും മറ്റുള്ളവരെ പോലെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. മറ്റൊരു പാരന്റ്സിന്റെ കേസ് എന്ന് പറയുന്നത്, അവര് ഇൻക്ലൂസീവ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിലൊരു 80% അല്ലെങ്കിൽ 90% ആവറേജ് ആയിട്ടുള്ള കുട്ടികളും അതിനോടൊപ്പം എന്റെ കുട്ടി മാത്രം അല്ലെങ്കിൽ 1, 2, 3 കുട്ടികൾ മാത്രം ഇത്തരത്തിലൊരു എക്സെപ്ഷണൽ കേസ് വരുമ്പോൾ അവർക്ക് വേണ്ടത്ര രീതിയിൽ അറ്റൻഷൻസ് കിട്ടുന്നുണ്ടോ, അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് പ്രോഗ്രസ് ഉണ്ടാവൂല എന്ന രീതിയിൽ ഒരു ക്വയറി അല്ലെങ്കിൽ ഒരു കൺസേൺ പാരന്റ്സ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള പാരന്റ്സ് വരുമ്പോൾ അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ മക്കളുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് അറിയിക്കുകയും മാത്രമല്ല അവരെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത് പാരന്റ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവും നമ്മളെ ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോമൺ ചലഞ്ചസ് ആണ്, പിന്നെ അതിന്റെ സൊല്യൂഷൻസും മറ്റൊന്ന് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ബിഹേവിയർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്. ഓക്കെ, അടുത്തൊന്നാണ് നമ്മൾ ചലഞ്ചസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ബിഹേവിയർ മാനേജ്മെന്റ് സ്ട്രാറ്റജികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജികളൊക്കെ എന്താണ്, കൃത്യമായ റിസർച്ചുകൾ നടത്തി അതിലൂടെ കൃത്യമായി കുട്ടികൾക്ക് ഈ ഒരു ബിഹേവിയറൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. സോ ഒന്നാമത്തത് പറയുന്നത് വെച്ചാല് feel connected to school. Okay, students succeed when adults show their care, build a connection through high expectations, genuine support, positive relationships and a safe environment. So കുട്ടികൾക്ക് കൃത്യമായിട്ട് അവർക്ക് ഒരു ഫീലിംഗ് വേണം അല്ലെ, സെൻസ് ഓഫ് ബിലോങ്ങിങ് അല്ലെ. അവർ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ഒക്കെ അവരെ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതും അവർക്ക് അവരുടേതായ ഒരു വില ഉണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഫീൽ ഓഫ് അല്ലെ സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അത് കൃത്യമായിട്ട് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് സക്സസിന് അത് വലിയൊരു ഹേതുവായിട്ട് മാറുന്നുള്ളതാണ്. അവർക്ക് തോന്നണം അല്ലെ അവരുടെ ടീച്ചേഴ്സ് അവരെ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവരൊരു വാല്യൂഡ് ആണ് എന്നുള്ളതും അവർ സേഫ് ആണെന്നുള്ളത് തരത്തിലുള്ള ഒരു തോന്നൽ എന്താണ് കൃത്യമായിട്ട് അവർക്ക് വേണം. അതാണെന്ന് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ ഒരു ബിഹേവിയർ മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്നുള്ളത് ബി കൺസിസ്റ്റന്റ് അല്ലെ. കൺസിസ്റ്റൻസി ക്രിയേറ്റ്സ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി. അപ്പോളജീസ് when you make mistakes and hold students accountable with warmth and respect അല്ലെ, warmth and respect. So എല്ലാ റൂൾസിലും ഉണ്ടാകുന്ന ഒരു കൺസിസ്റ്റൻസി, അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻസ് അതുപോലെ തന്നെ റെസ്പോൺസസ്, ഇതൊക്കെ എന്താണ് കുട്ടികളെ കൃത്യമായിട്ട് ഒരു ആക്സെപ്റ്റബിൾ ബിഹേവിയർ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കുന്നു. നമ്മൾ പറയാന്ന് വെച്ചാല് ഇപ്പോ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് ഇന്ന് ഒരു പീരീഡില് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു കുട്ടിയെ നമ്മൾ ശിക്ഷിക്കുകയാണ്, ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ആ ഒരു സെയിം തെറ്റ് പിറ്റേ ദിവസം മറ്റൊരു കുട്ടി ചെയ്യുമ്പോൾ ആ കുട്ടിയെ എന്താണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കാതിരിക്കുക. അത്തരത്തിൽ നമ്മൾ ഇമോഷൻ വെച്ചായിരിക്കരുത് നമ്മൾ ഒരിക്കലും കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു പണിഷ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ എന്താണ് ഒരു നെഗറ്റീവ് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും ആ തെറ്റിന് ഒരുപോലെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അത്തരത്തിലൊരു കൺസിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. മാത്രമല്ല പിന്നെ ഇപ്പോ ടീച്ചറിൽ നിന്നും വല്ല മോശമായ പെരുമാറ്റം മറ്റോ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ടീച്ചറല്ലേ, എന്റെ മുമ്പിൽ ഇത് കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെന്താണ് അപ്പോളജൈസ് അല്ലെ, അല്ലെങ്കിൽ അപ്പോളജൈസ് തന്നെ നമ്മളൊരു മാപ്പ് എന്നുള്ള രീതിയിലല്ല, അത് നമ്മൾ പോയിട്ടൊരു പാറ്റിംഗ് അല്ലെ സാരമില്ല എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ടീച്ചറിന്റെ ഭാഗത്തുള്ള ഒരു കൺഫേസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ആ ഒരു ടീച്ചറിനോടുള്ള അവർ മിസ്ബിഹേവിയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ടീച്ചർ ഒരു വെറുപ്പോടെ നോക്കണമെന്നുള്ള അതിലൊരു തോന്നൽ വരില്ല. ആ കുട്ടിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ, ടീച്ചർ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള തരത്തിലുള്ള ഒരു വരും. അത്തരത്തിലൊരു കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത്. മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടോക്ക് ലെസ്. സോ ടോക്ക് ലെസ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ലിസൺ എഫക്റ്റീവ്ലി ഫോർ ലോങ് ഹാഫ് their age in minutes.
Mixed talking, writing and movement to sustain focus and engagement throughout the lesson. So here ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ നമ്മളിപ്പോൾ നമുക്കറിയാം പീരീഡുകൾ എന്തിനാണ് 40 മിനിറ്റ് വെച്ചത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. കാരണം കുട്ടികൾക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട് ഒരു സമയത്തിന്. ആ 40 മിനിറ്റ് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയ പ്രയാസം. 40 മിനിറ്റും ഒരാൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു പക്ഷെ ഉറങ്ങുമില്ലേ, ശ്രദ്ധ മാറും. അപ്പോ കൃത്യമായിട്ട് കണ്ടിന്യൂ ലെക്ചറിങ് എന്ന് പറയുന്നത് അതൊരു ബോർഡമാണ് അല്ലെ, അതൊരു ഡിസെൻഗേജ്മെന്റ് ആണ്. കുട്ടികളൊക്കെ ഒരു ഡിസെൻഗേജ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്താകും, കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് മറ്റു പരിപാടികൾ തുടങ്ങും, വിമാനം പറത്താനും അല്ലെ മറ്റുള്ളവരെ തോണ്ടാനും ഇല്ല ഇപ്പുറത്ത് ബുദ്ധിമുട്ടാക്കാനും ശബ്ദം എടുക്കാനൊക്കെ തുടങ്ങും. അപ്പൊ മാക്സിമം ടോക്ക് ലെസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താക്കുക, ഷോർട്ട് ആക്കാം. അത് തന്നെ മറ്റ് ആക്ടിവിറ്റിയോ മറ്റു കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് വളരെ ഒരു രസകരമായി കൊണ്ടുപോവാം. അപ്പൊ 20 മിനിറ്റോളം 40 മിനിറ്റുള്ള പീരീഡില് ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 5 മിനിറ്റ് ഒക്കെ ഒരു കൂൾ ഓഫ് ടൈം ആയിട്ട് കൊടുക്കണം. അപ്പോ ഒരു 20 മിനിറ്റ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഒരു 10 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് ബാക്കി ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആ ഒരു നമ്മുടെ പീരീഡിൽ ആ ഒരു പഠനാന്തരീക്ഷത്തിൽ തന്നെ ഇരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ 20 മിനിറ്റ് 30 മിനിറ്റ് പ്രസംഗിച്ചിട്ട് കുട്ടികൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മൾ വടികൊണ്ടും അല്ലെങ്കിൽ കണ്ണുകളൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് കാണിക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഒരു എന്താണ് പിന്നെ മോട്യമായൊരു ചിന്താഗതിയാണ്. ഓക്കെ, then use a positive reinforcement. So positive reinforcement outperforms punishment in shaping behavior. Plan reinforcement deliberately to avoid accidentally rewarding unwanted behaviors. So ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ, കുട്ടികളിൽ നിന്നും പിന്നെ നല്ല രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാകുമ്പോൾ അതിനെ റിവാർഡ് ചെയ്യണം. അത് ഒരു എൻകറേജ്മെന്റ് എന്ന നിലക്ക് റിവാർഡ് ചെയ്യണം തന്നെ, സമ്മാനങ്ങൾ കൊടുക്കണം എന്നല്ല, അത് ഏതെങ്കിലും നമ്മുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലോ ഏതെങ്കിലും രീതിയിൽ അതിന് റിവാർഡ് നമ്മൾ കൊടുക്കണം. അപ്പോ അതാണ് ശരിക്കും ഏറ്റവും എഫക്റ്റീവ്. ഒരു കുട്ടി ഒരു തെറ്റ് കാണുമ്പോൾ ആ കുട്ടി ആ തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുന്നതിലല്ലേ പണിഷ്മെന്റ് കൊടുക്കുന്നതിലും കൂടുതൽ ഒരു പക്ഷെ എഫക്റ്റീവ് ആവുക കുട്ടികളിൽ കൃത്യമായിട്ട് നമ്മൾ എൻകറേജ്മെന്റ് കൊടുക്കുമ്പോഴാണ്. അപ്പോ കുട്ടികൾ എന്താക്കാണ് ചെയ്യുന്നത്, മറ്റു കുട്ടികളും പിന്നെ അത്തരത്തിലുള്ള ഞാൻ മുമ്പ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ നോട്ട് മാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്റ്റിക്കറുകൾ ഒട്ടിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ആ കുട്ടികളൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ആ ഒരു സ്റ്റിക്കർ കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന കുട്ടികൾ വരെ ഉണ്ടാവും. അത്തരത്തിൽ നമ്മൾ എന്താക്കുക, ഒരു എൻകറേജ്മെന്റ് കൊടുക്കുക. നമ്മൾ പണിഷ്മെന്റിനേക്കാൾ കൂടുതൽ എൻകറേജ്മെന്റിന് എന്താക്കുക ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഓക്കെ, 4 സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു. അടുത്തൊന്നാണ് എന്ത്, ഹൈ എക്സ്പെക്ടേഷൻസ് ഫോർ ഓൾ. Okay, the Pygmalion effect is real. Students rise or fall to the level of what teachers expect. Hold every student to high achievable standard personally. So the Pygmalion phenomena പറയുന്നത് അല്ലെ, ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ് അല്ലെ. എന്താണ് പറയുന്നത്, ടീച്ചേഴ്സ് എക്സ്പെക്ടേഷൻ ശരിക്കും കുട്ടികളുടെ പെർഫോമൻസിന് എന്താക്കുകയാണ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. ഈ ഒരു സൈക്കോളജി പറയുന്നത് എന്താ, where high expectations lead to improved performance while low expectations lead to worse performance എന്നുള്ളതാണ് ഈ ഒരു പിഗ്മാലിയൻ തിയറി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് എന്താണോ ധരിക്കുന്നത് അതാണ് അയാൾ. നമ്മളൊരു കുട്ടീനെ കുറിച്ച് ആ കുട്ടി നല്ലോണം പഠിക്കും, നല്ല കാര്യബിളാണ്, കുട്ടി സ്വാഭാവികമായിട്ടും ആ ലെവൽ ഉയരും എന്നുള്ളതാണ്. നമ്മളൊരു കുട്ടിയെ കുറിച്ച് മുദ്ര കുത്താണ്, ഈ കുട്ടി ഒന്നിനും കൊള്ളൂല എന്ന് എല്ലാ ടീച്ചറും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഒന്നിനും കൊള്ളില്ല എന്ന് കുട്ടി സ്വയം ധരിക്കുകയും കുട്ടി ഒന്നിനും കൊള്ളാത്തതായിട്ട് മാറുകയും ചെയ്യും. അപ്പോ പകരം എല്ലാ കുട്ടികളും നമ്മൾ എന്താക്കുക, അവന്റെ ഒരു ലിമിറ്റിൽ വെച്ച് നമ്മൾ ഒരു ഹൈ സ്റ്റാൻഡേർഡ് അവർക്ക് കൊടുക്കുക. നമ്മൾ മനസ്സിൽ എന്താക്കുക, അങ്ങനെ കരുതുക, അതിനു വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ ഒരു കുട്ടിയെ മുദ്ര കുത്തരുത്, ഇവൻ ഒന്നിനും കൊള്ളാത്ത മുദ്ര കുത്താതെ എല്ലാവരെയും ഹൈ ലെവലിൽ മാത്രം എക്സ്പെക്ട് ചെയ്യുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പിഗ്മാലിയൻ തിയറി they will reach at the expected level. അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, make the learning interesting. Make the learning interesting. So relevant engaging curriculum including group work and social elements prevents soft task behavior and teaches students how to interact respectfully. അപ്പോൾ എങ്ങനെയാണ് ഒരു ലേണിങ്ങിനെ ഇൻട്രസ്റ്റ് ആക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ
ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു അല്ലെ, എൻഗേജിങ് ആൻഡ് റെലവന്റ് ലെസൺസ് കീപ് സ്റ്റുഡൻസ് ഫോക്കസ് ആൻഡ് റെഡ്യൂസ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. ഒരു കുട്ടിയെ മുഴുവനായിട്ടും എൻഗേജ് ചെയ്യിപ്പിക്കുന്ന അവൻ ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു വർക്കുകളാണ് ക്ലാസ്സിൽ നടക്കുന്നതെങ്കിൽ ആ കുട്ടി ഒരിക്കലും ആ ക്ലാസ്സിനെ മാറ്റി നിർത്തി മറ്റൊരു പണിയിലേക്ക് പോയില്ല അല്ലെ. കുട്ടികൾ ശ്രദ്ധ തിരിക്കുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലാത്ത ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ്. പക്ഷെ ചില സബ്ജക്റ്റുകൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ തിയറി പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാത്ത മാക്സിമം ടൈമിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കഴിയണം. പിന്നെ കൃത്യമായിട്ട് ഒരു സെറ്റ് ക്ലിയർ എക്സ്പെക്ടേഷൻസ്, ഇതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. സോ യൂസ് 3 to 5 positively stated rules. Teaching expectations thoroughly at the start of the year saves significant time and energy over the long term. So ഇവിടെ ഞങ്ങളൊക്കെ ചെയ്യാറുള്ള കാര്യമാണ്, ഞാനൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മളൊരു അക്കാഡമിക് ഇയറിന്റെ സ്റ്റാർട്ട് നമ്മളെ കുട്ടിയുടെ നോട്ട് ബുക്കിന്റെ തുടക്കത്തിൽ എന്താണ് മൈ ഗോൾ മൈ ഗോൾ ഓഫ് ദി അക്കാഡമിക് എന്ന് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്താക്കുക, കുട്ടികൾ തന്നെ എന്താക്കുക, കുട്ടികൾക്ക് ഗോൾസുകൾ സെറ്റ് ചെയ്ത് വെക്കുക. ഈ കൊല്ലം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇത്ര സ്റ്റോറി ബുക്കുകൾ വായിച്ചിരിക്കും, എന്റെ ബിഹേവിയർ ഞാൻ ഇന്ന മാറ്റങ്ങൾ വരുത്തും, ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇന്ന വിഷയത്തിൽ അവർ തന്നെ എന്താണ് കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മളെ കുട്ടീനെ ഒരുപാട് ഒരു ലക്ഷ്യബോധമില്ലാതെ പോകുന്നതിനേക്കാൾ ഉത്തമനായിക്കൊണ്ട് പിന്നെ കൃത്യമായിട്ടൊരു ഒരു ബോധത്തോടു കൂടി കുട്ടീനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ എന്താണ് പ്രാപ്തനാക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ചെറിയ രീതിയിൽ ഒരു 3 to 5 റൂൾസുകളൊക്കെ എന്താക്കുക എഴുതി വെക്കുക എന്നുള്ളതാണ് നോട്ട്സിൽ. അടുത്തൊരു പോയിന്റ് ആണ് teach routines. Invest time designing and explicitly as you want students to follow. A well-trained routine makes the classroom run like clockwork. So എന്താണ് ഒരു ക്ലോക്ക് വർക്ക്. സോ കുട്ടികൾ കൃത്യമായുള്ള റൂട്ടീൻ ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് ഡൂയിങ് എവറി ഡേ ക്ലാസ് റൂം ആക്ടിവിറ്റി അല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹോം ആക്ടിവിറ്റീസ് അവരുടെ മറ്റ് ഹോം വർക്ക് കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരു റൂട്ടീൻ നമ്മളെ സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഒരു ക്ലോക്ക് വർക്ക് പോലെ തന്നെ കുട്ടികൾ എന്താണ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് കുട്ടികൾക്ക് ആ ഒരു ബോധം ഉണ്ടാക്കും അല്ലെ. നമുക്കറിയാം ചില ആളുകളുടെ ലൈഫിലൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയുന്ന എന്റെ ലൈഫ് അടക്കം അത്രത്തോളം ഡിസിപ്ലിൻ അല്ല, ഞാൻ എപ്പോഴും ആഗ്രഹിക്കലും ശ്രമിക്കലുണ്ട് രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ കഴിയണം, കൃത്യമായി എന്തെങ്കിലും. പക്ഷെങ്കിൽ അതൊന്നും ആക്കിയെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കെങ്കിലും നമ്മൾ എന്തൊക്കെ അത്തരത്തിൽ നമ്മളെ ലൈഫിൽ വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ശ്രമിക്കുക. ഇനി ആയിട്ടില്ലെങ്കിൽ കൂടി അവർക്ക് എന്താക്കുക നമ്മൾ കൃത്യമായിട്ടുള്ള ധാരണകൾ അതിന് കൊടുക്കുക എന്നുള്ളതാണ്, റുട്ടീൻസ് കൊടുക്കുക. ദെൻ അടുത്തൊന്നാണെന്ത് ബിൽഡ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്സ് ആർ ദ ഹാർട്ട് ഓഫ് ടീച്ചിങ്. സോ സ്റ്റുഡൻസ് who feel connected to their teacher are far more willing to meet expectations and engage in learning. So നല്ല റിലേഷൻഷിപ്പ് നമ്മളെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. ചില കുട്ടികൾ ചില സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നത് ആ ടീച്ചറിനെ ഇഷ്ടപ്പെടേണ്ട കാരണത്തിലായിരിക്കാം. അങ്ങനെ ഉള്ളത് എല്ലാ ക്ലാസ് റൂമിലുള്ള ഒരു വലിയൊരു സത്യമാണ്. ആ ടീച്ചർ ഇഷ്ടപ്പെടുന്നതിന്റെ പേരിൽ ആ കുട്ടി ആ സബ്ജക്ട് പഠിക്കുന്നത്, ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമല്ല, ടീച്ചറോട് ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ നല്ലൊരു പോസിറ്റീവ് ഒരു റിലേഷൻഷിപ്പ് കുട്ടിയായിട്ട് ഉണ്ടായിരിക്കുമ്പോൾ ആ കുട്ടി എന്നാണ് ഫീൽ വാല്യൂഡ് ആയിട്ട് തോന്നും. കുട്ടി പഠിക്കും. അപ്പൊ അത്തരത്തിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ കുറച്ച് സ്പീഡിൽ പോവാണ് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് ഇത് പറയണല്ലേ ക്ലാസ് റൂം മാനേജ്മെന്റ്. എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലേ? സോ വാട്ട് ഈസ് ക്ലാസ് റൂം? ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരു ഓർഡർ ലൈനാണ് പറഞ്ഞു വരുന്നത്. ക്ലാസ് റൂം ചലഞ്ചസ്, ടീച്ചേഴ്സിന്റെ ചലഞ്ചസ്, അത് കഴിഞ്ഞ സ്ട്രാറ്റജി എന്താണ്. ഇനി ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. വാട്ട് ഈസ് ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലേ? സോ classroom management encompasses the full variety of techniques used to keep students organized, focused, attentive, on task, and academically productive throughout the school day. സോ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് റൂമിൽ നമ്മളൊരു പീരീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സോഫിസ്റ്റിക്കൽ, എല്ലാ സ്ട്രാറ്റജീസും, എല്ലാ ടെക്നിക്സും അല്ലെ കുട്ടികളെ ആ പീരീഡിൽ അവരെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, അവരെ ഫോക്കസ്ഡ് ആയിരിക്കാൻ വേണ്ടി, അവരെ അറ്റൻറ്റീവ് ആക്കാൻ വേണ്ടി, അവരെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ലേണിംഗ് ആക്ടിവിറ്റീസിന് പറയുന്ന ഒരു കാര്യമാണ് എന്ത് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ
So the updated view goes beyond more compliance on rule enforcement. Effective management includes cultivating a positive attitude, a welcoming environment, stimulating materials and genuinely engaging activities. So ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വ്യൂ എന്ന് പറയുന്നത് ഒരു മോഡേൺ ക്ലാസ് റൂം മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇല്ല, ഇറ്റ്സ് ഗോസ് ബിയോണ്ട് എൻഫോഴ്സിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു കേവലം കുറെ റൂളുകൾ അപ്ലൈ ചെയ്യുക എന്നതിനപ്പുറം ഇത് കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഒരു കുട്ടികൾക്കൊരു ഫീൽ വെൽക്കംഡ് ആൻഡ് റെസ്പെക്ട് അല്ലെ, കുട്ടികൾക്ക് അത്തരത്തിലൊരു തോന്നൽ വരണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് കൃത്യമായിട്ട് തന്നെ അല്ലെ. ചില ടീച്ചറിനെ കാണുമ്പോൾ തന്നെ പേടിയുണ്ടാവും, അത്തരത്തിലായിരിക്കരുത്. ടീച്ചേഴ്സിനൊക്കെ നല്ലോണം ഒരു ഇഷ്ടമുള്ള ഒരു സംഭവം, അത്തരത്തിലുള്ള സപ്പോർട്ടീവ് പ്രകൃതി ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ ലേണിംഗ് മെറ്റീരിയൽസ് ആ സ്റ്റിമുലേറ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്താണ് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ കൊടുക്കണം. അത്തരത്തിൽ എന്താക്കുക ഒരു അപ്ഡേറ്റഡ് വ്യൂ ആണ്. ഒരു മോഡേൺ വ്യൂ എന്ന് പറയുന്നത് ഇച്ചിരി അപ്ഡേറ്റ് ആയിട്ടുള്ള വ്യൂ ആണ്. സോ മാനേജ്മെന്റ് ആസ് ഗുഡ് ടീച്ചിങ്. സോ the most telling sign of expert classroom management is that it becomes indistinguishable okay from good instruction. അപ്പോ ഒരു മികച്ച ക്ലാസ് റൂം ഏതാണെന്ന് ചോദിച്ചാല് അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് കൂടെ ഇല്ലേ, ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ദാറ്റ് ഈസ് ബിക്കം ഇൻഡിസ്റ്റിങ്വിഷബിൾ. അത്തരത്തിലുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കണം. അഥവാ ക്ലാസ് റൂം മാനേജ്മെന്റ് കൂടെ കൃത്യമായിട്ട് പോകുന്ന ഒരു ക്ലാസ് റൂമാണ്. അത് നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റും ക്ലാസ്സിലെ ഇൻസ്ട്രക്ഷനും വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് റൂമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവര് ടീച്ചിങ്ങിൽ നിന്നും ക്ലാസ് റൂം മാനേജ്മെന്റിന് എന്താന്നില്ല സെപ്പറേറ്റ് ആക്കുന്നില്ല. അതൊക്കെ രണ്ടും കൂടെ എന്താണ് ഒരു പരസ്പര പൂരകങ്ങളായിട്ട് പോകുന്നതാണ് ക്ലാസ് റൂം മാനേജ്മെന്റും ടീച്ചിങ്ങും. അത്തരത്തിലാണ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇറ്റ് അല്ലെ. സക്സസ്ഫുൾ ടീച്ചേഴ്സ് എന്താണ് അത്തരത്തിലുള്ള സക്സസ്ഫുൾ ടീച്ചേഴ്സ് ഒക്കെ എന്താണ് ഈ ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജികളൊക്കെ ഇൻസ്ട്രക്ഷനിൽ ഉപയോഗിക്കും. മാനേജ്മെന്റ് സ്ട്രാറ്റജികൾ കാരണം നമുക്കറിയാം ഇത്തരത്തിലൊരു ക്ലാസ് റൂം മാനേജ്മെന്റ് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമ്മൾ വെറുത്തു പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മെറ്റീരിയൽസും ടീച്ചിങ് എയ്ഡ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് 10 കുട്ടികളെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യാ, നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ ആവും. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെ ടേസ്റ്റിലേക്ക് കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ മെരുക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇതൊരു വലിയ ഘടകമാണ്. ഞാനൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം മനസ്സിലായി. അതുവരെ എനിക്ക് ആരും പറഞ്ഞു തന്നില്ലായിരുന്നു ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് ഇത്ര വലിയ സംഭവം എന്നുള്ളത്. പിന്നെ വൺസ് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് പ്രിപ്പറേഷൻ അല്ലെ ഹോംവർക്കിനേക്കാളും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ ഇതിലാരെങ്കിലും ഇനി ഫ്രഷ് ആയിട്ട് ടീച്ചിങ്ങിലൊക്കെ ഇറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിന് വേണ്ട കുറച്ച് ട്രിക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നോക്കാം. അടുത്ത ഒന്നാണ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് seating arrangement. So skilled management requires both a significant experience and deliberate reflection. അപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള മാനേജ്മെന്റിന് വേണ്ടത് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് കൃത്യമായിട്ട് വേണം. സോ ഇറ്റ്സ് എ ക്രാഫ്റ്റ് ഡെവലപ്ഡ് ഓവർ ടൈം, നോട്ട് എ ചെക്ക് ലിസ്റ്റ് ഫോളോ. അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചെക്ക് ലിസ്റ്റ് കൊണ്ടുപോലല്ല, അത് വർഷങ്ങളോടടുത്ത് നമ്മളെ ഒരു കല തന്നെയാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഒരു കഴിവ് തന്നെയാണ്. ചില വ്യക്തികൾ അവര് പേഴ്സണലി വളരെ സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അവരെ ക്ലാസ് റൂം വളരെ എൻഗേജിങ് ആയിരിക്കും ഇല്ലേ. ആ ഒരു മാനേജ്മെന്റ് കൃത്യമായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചില ആളുകൾ ലൈഫിൽ സ്ട്രിക്റ്റ് ആണെങ്കിൽ ക്ലാസ് റൂമിൽ അറ്റർ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആർട്ട് എന്നുള്ളതാണ്. സോ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് സ്ലൈഡ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ലേണിംഗ് സ്പേസസ് ആൻഡ് ഷെഡ്യൂൾസ്. സോ ലെറ്റ്സ് സീ. ഇത് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റുകളെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ 5 മാർക്കിനുള്ള ചോദ്യത്തിന് സാധ്യതയുള്ള ഏരിയാസ് ആണ് കേട്ടോ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റിലൊക്കെ. സോ how a classroom is physically arranged to send a powerful message about learning experience. Each configuration support different instructional goals from direct instruction to collaborative inquiry. So ക്ലാസ് റൂം അറേഞ്ച്മെന്റ് നമ്മളെ ക്ലാസിന്റെ ഒരു പവർഫുൾ മെസ്സേജ് അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള അറേഞ്ച്മെന്റുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ട്രഡീഷണൽ റോ. ട്രഡീഷണൽ റോ നമുക്കറിയില്ല, നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തുറന്നു പോകുന്ന
students face to forward supporting a sage on the stage. Like sage on the stage model, students in back rows often show less interest, best for direct instruction or assessment. So ആദ്യത്തെ ട്രഡീഷണൽ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉള്ള അല്ലെ. ബെഞ്ചുകൾ ഒന്നിന് പിറകെ ഒന്നായി വെച്ചുകൊണ്ട് എല്ലാവരും ഒരു ബോർഡിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നമ്മൾ സ്റ്റേജ് ഓൺ ദ സ്റ്റേജ് അല്ലെ. ഒരു ഒരു പിന്നെ ഒരു വലിയൊരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ ഇങ്ങനെ വേദിയിൽ നിൽക്കുന്നത് പോലെ ടീച്ചറിനെ കണ്ടുകൊണ്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു രീതിയാണ് നമ്മുടെ ട്രഡീഷണൽ വേ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിയർ ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും അല്ലെ. കുട്ടികൾക്ക് പരസ്പരമുള്ള ആക്ടിവിറ്റികൾക്കുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ കുട്ടികളൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മളെ ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യണം, അവര് പരസ്പരം ഫേസ് ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ ബെഞ്ചിലുള്ള കുട്ടികളെ മാത്രമാണ് അവർക്ക് സംസാരിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു പിയർ ഇന്ററാക്ഷൻ കുറയും. മാത്രമല്ല ബാക്ക് ബെഞ്ച്, നമ്മൾ എപ്പോഴും പറയുന്ന ബാക്ക് ബെഞ്ചേഴ്സ്, അവരൊരു പക്ഷേ അവരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ എൻഗേജ്മെന്റ് ഒരു പക്ഷെ കുറയും, അവർ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പോകുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതാണ് ട്രഡീഷണൽ അറേഞ്ച്മെന്റ്. സെക്കൻഡ് വൺ ആണ് റൗണ്ട് ടേബിൾ അല്ലെ. റൗണ്ട് ടേബിൾ. സോ the students and teachers face on one another across a shared table or a grounded desk, support all classes and partner dialogue naturally. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ റോ എന്ന് പറയുന്നത് ഈ അസസ്മെന്റ് എക്സാമുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയാണ്, പരസ്പരം കുട്ടികൾ കാണാതിരിക്കുന്നത്. അത് തന്നെയാണ് അല്ലെ ഇന്നും ഫോളോ ചെയ്യുന്ന രീതിയാണ് എക്സാമുകൾക്കൊക്കെ. ഇനി റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ എന്താണ് ഒരു ലാർജ് ടേബിളിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡെസ്കിനോ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന രീതിയാണ് ഇത്. പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കഷൻ അല്ലെ അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഇതിൽ എൻകറേജ്ഡ് ആയിരുന്നത്. മാത്രമല്ല ഇവർക്ക് നമുക്കൊരു ഒരു പാർട്ണർ ഇന്ററാക്ഷൻ ഒക്കെ ഇത്തരത്തിൽ എന്താക്കാൻ കഴിയും. അതാണ് റൗണ്ട് ടേബിൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഹോഴ്സ്ഷൂ സെമി സർക്കിൾ. സെമി സർക്കിൾ എന്ന് പറയുന്നത് so all participants face each other while the teacher moves freely, highly effective for discussion paired with project content at the front. So ഈ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു പൂർണ്ണ വൃത്ത അർദ്ധവൃത്തത്തിലേക്ക് പിന്നെ ചെയർസുകൾ അല്ലെങ്കിൽ ടേബിളുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരെന്താക്കണം, കുട്ടികൾ പരസ്പരം ഫേസ് ടു ഫേസ് ആണ് അവർ ഇരിക്കുക. അപ്പൊ ടീച്ചറിന് എന്താക്കുക, അവരുടെ ഉള്ളിലൂടെയും അവരുടെ പുറത്തൂടെയും അങ്ങനെ ഫ്രീലി എന്താക്കുക ടീച്ചർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതും എന്താണ് ഒരു പ്രസന്റേഷൻ, നമ്മൾ ചില വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, പ്രസന്റേഷൻ കം ഇന്ററാക്ഷൻ, പ്രസന്റേഷൻ ചെയ്ത് അതോടൊപ്പം ഇന്ററാക്ഷൻ നടത്തുന്ന ഒരു സിറ്റിങ്ങിലൊക്കെ ഈ സെമി സർക്കിൾ, ഈ ഒരു ഹോഴ്സ്ഷൂ സെമി സർക്കിൾ പിന്നെ അറേഞ്ച്മെന്റ് എഫക്റ്റീവ് ആണ്. പിന്നെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ ഒരു ഡബിൾ ഹോഴ്സ്ഷൂ എന്ന് പറയുന്ന ഒരു ഇത് കൂടെ ഉണ്ട്. ഇത് PPT മിസ്സായിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നോക്കി പറയാണ്. ഈ ഡബിൾ ഹോഴ്സ്ഷൂ എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സെമി സർക്കിൾ അല്ല ഹോഴ്സ്ഷൂ, അതിനെ തന്നെ 2 റോ ആയിട്ട് ഇരുത്തുന്നതാണ്. സെമി സർക്കിൾ 2 റോ ആയിട്ട് ഇരുത്തുന്നതാണ് ഈ ഡബിൾ ഹോഴ്സ്ഷൂ എന്ന് പറയുന്നത്. അപ്പൊ 2 ലെയർ ഓഫ് സീറ്റിംഗ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒരു ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിൾ, അത്തരത്തിലൊരു ഇന്നർ സെമി സർക്കിൾ ആൻഡ് ഔട്ടർ സെമി സർക്കിൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് മറ്റൊരു രീതിയിലുള്ള ഒരു സിറ്റിംഗ് ആണ്. ഓക്കെ, then last one ആണ് pods അഥവാ ഗ്രൂപ്പ്സ് അല്ലെ. cluster of 3-4 desks of pair of tables communication and learning community those best suited for collaborative and project based work. ഇത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഇരുത്തുന്നതാണ്. ഒരു ഡെസ്ക് എന്താക്കുക, സ്മോൾ ഗ്രൂപ്പ് 3-4 കുട്ടികളെ ഇരുത്തിയിട്ട് ഡെസ്ക് അറേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ പ്രൊജക്ടുകൾ ടീം വർക്കുകൾക്കെല്ലാം വേണ്ടി ഇരുത്തുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് ആണ്. അപ്പൊ ഇത്തരത്തിൽ 5ഓളം എന്താണ് പിന്നെ അറേഞ്ച്മെന്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത്. പിന്നെ അടുത്തൊന്നാണ് ഷെഡ്യൂളിംഗ് അല്ലെ. ഷെഡ്യൂളിംഗും എന്നും പറയാം കേട്ടോ. അപ്പൊ ഈ ഷെഡ്യൂളിംഗ്, സോ എന്താണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്? ഇപ്പൊ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ടാസ്ക് അല്ലെങ്കിൽ വർക്ക് ലോഡ് റിസോഴ്സസ് ഇൻ എ വേ ദാറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസസ് ഡിലേ ഓഫ്. സോ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമുകളാണെങ്കിലും അല്ലെങ്കിൽ ടൈം ടേബിൾ, നമ്മുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ഒക്കെ ഓരോ ക്ലാസ്സിലും പോകുന്നത് ഒരു ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിലാണ്. ടൈം ടേബിൾ ഒരു ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. നമ്മൾ സ്കൂളിൽ ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇവന്റ്സിനൊക്കെ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾ ചെയ്യുന്നതിനാണ് കൃത്യമായിട്ട് ടാസ്കുകളൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ആ വർക്ക് ലോഡുകളൊന്നും ഇല്ലാതെ കൃത്യമായി ആ സമയത്ത് ഓടാതെ മുമ്പേ തന്നെ പ്രീ പ്ലാൻഡ് ആവുകയാണ് ഈ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഷെഡ്യൂളിംഗ് നമുക്ക് 2 രീതിയിലുണ്ട്. ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് ദാറ്റ് ആർ 2 types are there. One is forward scheduling and second one is backward scheduling. So what is the forward scheduling? Tasks are planned starting from the date resources become available, working forward to determine when deliverable can realistically be completed. So forward scheduling എന്ന് പറഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് എപ്പോഴാണോ അവൈൽ ആവുന്നത് ആ അവൈലബിൾ ആവുന്ന സമയം മുതൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താക്കുക, വർക്ക് ചെയ്യുക, നമ്മൾ അതിനുള്ള പണി തുടങ്ങാം
എന്നിട്ട് എന്താക്കുക, മുമ്പോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നമ്മൾ ഓരോ വർക്കിനുമുള്ള ഡ്യൂ ഡേറ്റ് തീരുമാനിച്ച് അങ്ങനെ പോവാം. അപ്പൊ ഇന്ന് നമുക്കൊരു സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് വീക്ക് നമുക്ക് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് വീക്കിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്നാണ് എന്താ റിസോഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മുതൽ എന്താക്കുക, ഡ്യൂ ഡേറ്റ് സബ്മിറ്റ് ചെയ്യുക. അതായത് കുട്ടികൾക്കുള്ള പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് എന്ന ദിവസം എനിക്ക് കിട്ടണം. അതിനുശേഷം അതിന്റെ ഫൈനൽ കോപ്പി ഈ ദിവസം ഡ്യൂ ഡേറ്റ് ആണ്, പിന്നെ പ്രോഗ്രാം ഇന്ന ദിവസമാണ്. അത്തരത്തിൽ എന്താക്കുക, ഫോർവേഡിലേക്ക് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ it's a planning work backward from the required due date to identify the necessary task start date, ideal when deadlines are fixed non-negotiable. So ഇനി ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡ്യൂ ഡേറ്റ് എന്നാന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ആ ഫൈനൽ ഡ്യൂ ഡേറ്റിൽ നിന്ന് എന്താക്കാം, നമ്മൾ തുടങ്ങാം, നമ്മളെ ഷെഡ്യൂളിംഗ് തുടങ്ങാം ബാക്ക്വേർഡേക്കുള്ളത്. അപ്പൊ നമ്മൾ എന്താക്കാണ്, ബാക്ക്വേർഡിലേക്കാണ് വർക്ക് ചെയ്യുക. ടു ഡിറ്റർമൈൻ വെൻ ടാസ്ക് മസ്റ്റ് ബി, ഓരോ ടാസ്കുകൾ എപ്പോ തുടങ്ങണമെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ 2 types ഓഫ് ഷെഡ്യൂളിംഗ് സാധ്യത. അതാണ് നമ്മളെ ഈ ഒരു PPT പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് PPT എടുക്കാണ് കേട്ടോ. ഓക്കെ അല്ലേ, പോയിക്കൂടെ? എന്റെ തൊണ്ടൊക്കെ വറ്റി, എന്നാലും കുഴപ്പമില്ല, നിങ്ങളെ കാര്യം നടക്കേണ്ടത്. ഓക്കെ അല്ലേ, നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാലല്ലേ? സമയം ഇപ്പൊ 8:37 അല്ല, ഇവിടെ 8:30. സോറി, നിങ്ങള് വെറുതെ നമുക്ക് സംസാരിക്കട്ടെ, ആരെങ്കിലും ഒക്കെ ഒരു രസമല്ലേ. നമ്മള് കടപ്പുറത്ത് പോയിരിക്കും സംസാരിക്കുന്നത് പോലെ ആരും ഒന്നും കേൾക്കുന്നില്ല. വെറുതെ നിങ്ങൾ അറിയാതെ മൈക്കൊക്കെ ഓണാക്കിയിട്ടൊന്ന് ശബ്ദം എടുത്തു, എന്നാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ ബാച്ചിന്റെ താഴെയുള്ള ഒരു ബാച്ചിന് എടുക്കും. ഞാൻ മുമ്പോട്ട് പറഞ്ഞില്ല, അതിന്റെ താഴെയുള്ള അതിനും കുറച്ച് താഴെയുള്ള ഏതാ ബാച്ചിന് കറക്റ്റ് ഇല്ല. അപ്പൊ ആ ഒരു ബാച്ചിൽ എന്ന് പറഞ്ഞാൽ അവര് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ലാസ്റ്റ് പറയാം ഓഫാക്കൂ എന്ന് പറയലാണ് അവരോട്. ഫുൾ ടൈം അവർ ചിലപ്പോൾ സംശയത്തിന്റെ ആയിരിക്കും, ചില അറിയാതെ ഓപ്പൺ ആകും. പിന്നെ അതിൽ ഒരുപാട് കുട്ടികളുണ്ട്, 100 കുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് ഇടക്കൊന്ന് മൈക്ക് ഓൺ ആക്കുന്നുള്ളതാണ് ശബ്ദം കേൾക്കാൻ വേണ്ടി. അടുത്തപ്പുറം ആളുണ്ടോ ഇല്ലയോ നോക്കണ്ടേ? എന്താണ് പറഞ്ഞോ? നമ്മളിവിടെ ഉണ്ട് എന്നാ. ഓക്കെ, അപ്പോ ഞാൻ നെക്സ്റ്റ് PPT ഷെയർ ചെയ്യാം കേട്ടോ. നാളെ ഇലക്ഷൻ റിസൾട്ട് അല്ലേ? കൗതുകമൊന്നുമില്ലേ? നമ്മൾ ഇവിടുന്നാണെങ്കിലും മനസ്സ് മൊത്തം കേരളത്തിലുള്ളത്. ഏത് പാർട്ടി വന്നാലും ആര് ജയിച്ചാലും നമ്മളെ നാടിന്റെ ഇലക്ഷൻ അല്ലേ, നമുക്ക് അതൊക്കെ കഴിഞ്ഞില്ല ബാക്കിയല്ലേ ഉള്ളൂ. നാളെ ഞാൻ സ്കൂളിൽ ലീവ് എടുത്താലെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഞാൻ ഈ ഇടയായിട്ട് പനിയൊക്കെ ആയിട്ട് 1-2 ദിവസം എടുത്തത് കൊണ്ട് ഇനിയിപ്പോ എനിക്ക് തരുമെന്ന് തോന്നില്ല. ഏതായാലും എല്ലാരും വാർത്തയൊക്കെ കണ്ടിരിക്കും. ശരി, ഒരു ക്ലാസ് നമുക്ക് ഇലക്ഷൻ റിസൾട്ടിന് ശേഷമാണെങ്കിൽ അതിന്റെ കുറച്ച് വിശേഷം പറയാം. ഞാനൊക്കെ എന്താണ് ഈ ഇലക്ഷന് നമുക്ക് പിന്നെ പ്രാന്ത, നാട്ടിലുള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടി നടക്കും പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാട്ടോ. നമുക്ക് ഇതില് ഒരു 7ഓളം സ്ലൈഡുകളാണുള്ളത്. പെട്ടെന്ന് പോയി, ഇനി കുറച്ചുകൂടെ ഏരിയാസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് റിസ്ക് ഉള്ള ഏരിയാസ് ഒന്നുമല്ല, വളരെ പെട്ടെന്ന് പറഞ്ഞു പോട്ടോ. ഇനി അടുത്തൊരു ഏരിയ ആണ് എന്ത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പേസിംഗ്, പാർട്ണർഷിപ്പ് ആൻഡ് ടീച്ചർ റോൾ. ഈ 3 കാര്യമാണ് നമ്മൾ അടുത്ത പോകുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ എന്താണ് പേസിംഗ്, മറ്റൊന്ന് പാർട്ണർഷിപ്പ് സിസ്റ്റം, അതുപോലെ തന്നെ ടീച്ചർ റോൾ. ഇത് 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് pace of instruction. So what is pace of instruction? Instructional pacing refers to the rate at which learning activities, questions, problems, lectures, or grouping tasks are delivered to students. After a traumatic brain injury, finding the right place is critical. Too slow loses focus. Too fast overwhelms processing. The solution lies in well-established routine. So, എന്താണ് പറയുന്നത്?
പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മള് ക്രിക്കറ്റ് ഒക്കെ കാണുന്നറിയില്ലേ, ക്രിക്കറ്റ് കളിയിൽ എന്താണ് സ്ലോ ബോളറും പേസ് ബോളറും ആണുള്ളത്. ഈ പേസ് ബോളർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാസ്റ്റ് എറിയുന്ന ആളാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യുന്നതിന്റെ ആ ഒരു പേസ് ആണ്, നമ്മൾ ഏത് സ്പീഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യം ഒറ്റയടിക്ക് ഒരുപാട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ചെറിയ പോയിന്റ് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് നമ്മളെ സ്നേഹില്ലേ, നമ്മളെ ഈ ഒച്ചെന്നാ പറയാ, അത് പോകുന്നത് പോലെ സ്ലോ ആയിട്ട് നമ്മൾ ഡെലിവർ ചെയ്ത് ഇതിനിടയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ ഒരു കുട്ടിക്ക് എന്താണ് TB അഥവാ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് അവരെ മെന്റലി അവരെ ബ്രെയിൻ എന്താണ് സ്ലോവർ ഇൻഫർമേഷൻ പ്രോസസ്സിങ് അവർക്ക് നടക്കും. അപ്പോ അത്തരത്തിലുള്ള ഒരു സമയത്ത് ടീച്ചർക്ക് എന്താണ് അവരുടെ പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം വരും, ഒരു ആവശ്യം വരും. ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ നമ്മള് എക്സസീവ്ലി സ്ലോ പേസിലേക്ക് പോകാൻ പറ്റൂല. അങ്ങനെ സ്ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി അത് ഹാബിറ്റുവേറ്റഡ് ആവും. കുട്ടി ആ ഒരു സ്ലോ പേസിൽ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ കഴിയുക, ക്യാച്ച് ചെയ്യാൻ കഴിയുക. അത് പിന്നെ ലൈഫിൽ അങ്ങോട്ടും അത് തന്നെ ഫോളോ ചെയ്യും. അപ്പം ടു സ്ലോ ഈസ് എ നെഗറ്റീവ്. അത് മാത്രമല്ല ടീച്ചറിന് ഒരുപാട് ഫാസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനെതിരെ ഇടയിലായിട്ട് എന്താണ് ഒരു മോഡറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയണം. സോ ദ ചലഞ്ച് ഈസ് ബാലൻസ് സ്പീഡ് ആൻഡ് സപ്പോർട്ട്. ബാലൻസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോ ഇതിങ്ങനെയാണ് നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുക. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫെമിലിയർ ആയിട്ടുള്ള റുട്ടീൻ നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് ആ റുട്ടീൻ എന്താക്കണം, allowing students to follow instruction even the pace is relatively brisk. അപ്പോ വളരെ ഒരു ബ്രിസ്ക് പേസ് ആയിരിക്കണം കുട്ടികൾക്ക് കിട്ടേണ്ടത്. സോറി, ഒരു വൺ മിനിറ്റ്. അമ്മ ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ വിളിക്കാം. വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്ലസ് കൊടുക്കണല്ലോ, റെസ്പോൺസ് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഒരു പേസിൻ്റെതാണ് നമ്മൾ പറയുന്നത്. സോ മെയിൻ തീംസ് ഇൻ ഇൻസ്ട്രക്ഷണൽ പേസിംഗ്. അപ്പൊ ഈ ഒരു പേസിംഗ് കൊടുക്കുമ്പോ നമ്മുടെ മെയിൻ തീമുകൾ അത് എന്തൊക്കെയാണ് നമ്മൾ പിന്നെ അതില് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷണൽ പേസിംഗിലുള്ള തീമുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് തരത്തിൽ നമുക്ക് ഒരു പേസിംഗ് നമുക്ക് എന്തൊക്കെ ഒരു മോഡറേറ്റ് ആയി കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻസ്ട്രക്ഷണൽ എന്താണ്, റുട്ടീൻ ആണ്. സോ റുട്ടീൻസ് മസ്റ്റ് ബി റിഹേഴ്സ്ഡ് until automatic, included teacher, language and student roles through daily consistent repetition. So ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ കൃത്യമായുള്ള റുട്ടീൻ കുട്ടികൾക്ക് പഠിപ്പിക്കണം അല്ലെ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായിട്ടൊരു ക്ലാസ്സിലെ റുട്ടീൻ അല്ലെ. ക്ലാസ്സിൽ ഇന്നാലെന്ന സമയത്ത് നമ്മൾ ഇന്നാലെയും ടീച്ചർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പെട്ടെന്ന് എടുത്തു വെക്കണം, മറ്റു ടെക്സ്റ്റ് ബുക്കിലെ വിഷയങ്ങളൊക്കെ മാറ്റി വെക്കണം. അത്തരത്തിൽ നമ്മളെ ബന്ധപ്പെട്ട് എന്താണോ റൂള് അത് കൃത്യമായിട്ട് എന്താക്കണം, നമ്മൾ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ശേഷം അത് പ്രാക്ടീസ് ആവണം. എത്രത്തോളം പ്രാക്ടീസ് ആവണമെന്ന് പറഞ്ഞാല് വൺസ് ദേ ബിക്കം ഓട്ടോമാറ്റിക് അല്ലെ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾ എന്താവും, സ്വാഭാവികമായിട്ടും അത് ഓട്ടോമാറ്റിക് ആകുന്നത് വരെ നമ്മൾ എന്താക്കണം, ആ ഒരു റുട്ടീനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് ടീച്ചറുടെ ലാംഗ്വേജ് അല്ലെ, അതുപോലെ തന്നെ കുട്ടികൾ നമ്മളോടുള്ള റെസ്പോൺസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്താണ് ഘടകങ്ങളായിട്ട് വരും. അപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റുട്ടീൻ എന്താക്കും, കുട്ടികളെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും പിന്നെ അത് ഗ്രാജുവലി ഇറ്റ് വിൽ ബിക്കം ഫാസ്റ്റർ പേസ് അല്ലെ. അപ്പൊ കുട്ടികൾ ആ ഒരു റുട്ടീൻ പിന്നെ സ്പീഡപ്പ് പിന്നെ അത് പെട്ടെന്നാവും. അത്തരത്തിലുള്ള റുട്ടീൻ എന്താക്കുക കൃത്യമായിട്ട് എടുക്കുക. ഈ നോട്ട്സുകൾ കൊടുക്കുമ്പോൾ അത് സ്പീഡിൽ എഴുതുന്ന സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാല് we will tell them that you are getting 10 minutes to copy the textbook, copy the points from the whiteboard. നമ്മൾ വൈറ്റ് ബോർഡിലെ പോയിന്റ്സ് 10 മിനിറ്റ് കൊണ്ട് കുട്ടികളോട് എഴുതിയെടുക്കാൻ വേണ്ടി നമ്മൾ പറയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം കുട്ടികൾ പറയും സർ പ്ലീസ് സ്ക്രോൾ അപ്പ് സ്ക്രോൾ ഡൗൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കുട്ടികൾ പേസ് കുറവായിരിക്കാം. പിന്നെ ഗ്രാജുവലി കുട്ടികൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ എഴുതും. അത്തരത്തിൽ എന്താക്കുക, ഒരു ഇൻസ്ട്രക്ഷണൽ റുട്ടീൻ എന്നാണ് ആദ്യത്തെ ഒരു പേസിംഗിന്റെ ഒരു തീം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ്ലി ബ്രിസ്ക് പേസ് അല്ലേ. So one routine are mastered, maintain a pace rapid enough to sustain attention and provide the repetition needed for mastery. So എങ്ങനെ നമ്മൾ ഒരു റുട്ടീൻ എന്താക്കി
എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം, നമ്മൾ അത് ഒരു അപ്പോ ആ ഒരു റുട്ടീൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എന്താക്കുക, ആ ഒരു റുട്ടീൻ നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഡിൽ അതിനെന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഒരു കൃത്യമായ ഒരു ബ്രിസ്ക് പേസ് എന്ന് പറഞ്ഞാല് പിന്നെ വേഗമുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെ, ഒരു വേഗതയുള്ള, അതായത് താരതമ്യേന ഒരു വേഗതയുള്ള ഒരു പേസിലേക്ക് നമ്മൾ എന്താക്കണം, ആ ഒരു റുട്ടീനെ നമ്മൾ എന്താക്കണം, മാറ്റി എടുക്കണം. എന്താക്കുക, അങ്ങനെയുള്ള ഒരു ബ്രിസ്ക് ബേസിലേക്ക്, ഒരു താരതമ്യേന ഒരു വേഗമുള്ള ഒരു നീക്കത്തിലേക്ക്, ഒരു പേസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അവരുടെ അറ്റൻഷൻസ് എന്താക്കും, കൂടുതൽ അത് ഫോക്കസ് ചെയ്യുകയും അങ്ങനെ എന്താക്കാണ്, കൂടുതൽ നമുക്കറിയാം നമ്മുടെ സിലബസ് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് തീർക്കുന്നു അത്രത്തോളം നമുക്ക് എന്താക്കാം, അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് കഴിയുന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെന്താണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുന്നുള്ളതാണ്. അപ്പൊ മാക്സിമം എന്താക്കുക, ആ പേസ് കൂട്ടി കൊടുത്തു വന്നു കഴിഞ്ഞ് കുട്ടികൾ ആ ഒരു കണ്ടന്റുകൾ അല്ലെങ്കിൽ ആ ഒരു സിലബസ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ കഴിയും, കൂടുതൽ അതേപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ റുട്ടീൻ ആദ്യം പോയിട്ട്, രണ്ടാമത്തെ റിലേറ്റീവ്ലി ബ്രിസ്ക് പേസ്, അഥവാ ആ ഒരു ഇൻസ്ട്രക്ഷൻ ആ റുട്ടീൻ നമ്മൾ കൃത്യമായിട്ടൊരു ബ്രിസ്ക് പേസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം, അഥവാ എന്താണ് വളരെ സ്റ്റഡിയും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഡിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നതാണ്. മൂന്നാമത്തെ എന്താണ്, സ്ലോ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ ചെയ്തു പോകുന്ന റുട്ടീനിൽ നിന്ന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താണ്, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്യാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ആ ഒരു പേസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളുടെ ഒന്നുകൂടെ സ്ലോ ചെയ്തതിന് ശേഷം once they are used this new lesson or a new routine, they again we will repeat or back into the brisk pace. അതാണ്. അപ്പൊ നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്താക്കും, കുട്ടികൾ ഒന്നുകൂടെ നമ്മൾ എന്താക്കും, പേസിനെ സ്ലോ ചെയ്തതിനു ശേഷം കുട്ടികൾ ഒന്നുകൂടെ അതിൽ കൃത്യമായിട്ടൊരു കണ്ടിന്യൂ ആയി ചെയ്ത് മാസ്റ്ററി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ ഒരു ബ്രിസ്ക് പേസിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്. മൂന്നാമത്തെ സ്ലോ പേസ് ഫോർ ന്യൂ ലേണിംഗ്. നാലാമത്തെ എന്ന് പറഞ്ഞാല് മോണിറ്റർ സ്റ്റുഡന്റ് റെസ്പോൺസസ്, കണ്ടിന്യൂസ്ലി ഒബ്സർവ് അറ്റൻഷൻ ആൻഡ് റെസ്പോൺസ്, പീസ് ഇൻ റിയൽ ടൈം ആൻഡ് എൻജോയ് ദ സ്റ്റുഡന്റ് ഇൻ കീപ്പിംഗ് അപ്പ്. സോ ടീച്ചേഴ്സ് എന്താണ്, മസ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഒബ്സർവ് സ്റ്റുഡന്റ് അറ്റൻഷൻ. കുട്ടികളുടെ അറ്റൻഷൻസ് കൃത്യമായിട്ട് നമ്മൾ എന്താക്കണം, ഒബ്സർവ് ചെയ്യുകയും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവർ ഏത് രീതിയിൽ നമ്മൾ ഈ ഒരു പേസിൽ പോകുമ്പോൾ കൃത്യമായി കുട്ടികൾ ഏത് രീതിയിൽ അത് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്താക്കണം, വേണ്ട സമയത്തിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താക്കണം, നമ്മൾ അതിന്റെ പേസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ. സോ ദീസ് ആർ ദ മെയിൻ 4 themes ഓഫ് പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒന്നാണത് ഫോസ്റ്ററിങ് ഫാമിലീസ്. അപ്പൊ ബേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണത് ഫോസ്റ്ററിങ് ഫാമിലീസ്. വാട്ട് ഈസ് ഫോസ്റ്ററിങ് ഫാമിലി? സോ ഫോസ്റ്ററിങ് ഫാമിലി എന്ന് പറഞ്ഞാല് പിന്നെ a family approved for the temporary care of foster children, compensate modestly and expected to welcome children as full family members. The goal is to nurturing home environment, not institutional care. അപ്പൊ ഇതാണ് ഈ ഫോസ്റ്ററിങ് ഫാമിലി എന്ന് പറഞ്ഞാല് ഒരു കുട്ടിക്ക് എന്താണ് ടെമ്പററി എന്താക്കാണ്, അവന് തന്റെ ബയോളജിക്കൽ പാരന്റ്സുമായിട്ട് ജീവിക്കാൻ വരാത്തൊരു സാഹചര്യം വരാണ്. പല കാരണങ്ങളായിരിക്കാം. ഒരുപക്ഷെ അവർ രണ്ടാളും ജോലി കാരണം അവർ വിദേശത്ത് പോയതുകൊണ്ട് ഈ കുട്ടി ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമോ, അതല്ലെങ്കിൽ അവർ മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലോ അവര് വേർപിരിഞ്ഞ അവസരത്തിലോ പല സാഹചര്യങ്ങളും വരാം. വാട്ടവ ഒരു കുട്ടി അവരുടെ ബയോളജിക്കൽ പാരന്റ്സുമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോ അത്തരത്തിലുള്ള സാഹചര്യത്തില് ഫോസ്റ്റർ ഫാമിലീസ് എന്താക്കാണ് ചെയ്യുന്നത്, ഈ കുട്ടികളെ ഏറ്റെടുത്തിട്ട് ഒരു ഫാമിലി എൻവയോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു പക്ഷെ ധരിച്ചത് വേറെ രീതിയിലായിരിക്കും, അതോടാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഫോസ്റ്റർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാമിലി officially approved to take care of a children temporarily when they cannot live with their biological parents. അവരുടെ ബയോളജിക്കൽ പാരന്റ്സുമായിട്ട് ജീവിക്കാൻ കഴിയാത്ത സമയത്ത് ഒഫീഷ്യലി അപ്രൂവ്ഡ് ആയിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ഫാമിലിയാണ് എന്ത്, ഈ ഫോസ്റ്ററിങ് ഫാമിലി എന്ന് പറയുന്നത്. ഈ ഫോസ്റ്ററിങ് ഫാമിലി എന്താക്കാം, they can receive a small allowance to support child's needs. അല്ലെ, അവ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താക്കാം, അലവൻസ് ഒക്കെ അവർക്ക് പറ്റാം.
But the main responsibility is to provide safe, caring and stable home environment. അപ്പൊ അവർ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇതൊരു ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ തിങ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സർവീസ് ആണ്. കുട്ടിയെ സേഫ് ആയിട്ട് കെയർ ചെയ്യാവുന്നതും അതുപോലെ കുട്ടിക്ക് ഒരു ഹോം എൻവയോൺമെന്റ് ഫീലിംഗ് കൊടുക്കുക എന്നുള്ളതുമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫോസ്റ്ററിംഗ് ഫാമിലി. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം ചാൾസ് ലോറിംഗ് ബ്രേസ് അല്ലെ, 1826 to 1890 അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. അപ്പോ ഇദ്ദേഹമാണ് ഈ ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അഥവാ ഫൗണ്ടർ ഓഫ് ദി ചിൽഡ്രൻസ് എയ്ഡ് സൊസൈറ്റി 1853. അപ്പോ ഈ എന്താണ് ഒരു അമേരിക്കൻ സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള ഈ ചാൾസ് ലോറിംഗ് ബ്രേസ് എന്താണ്, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്നത് ഈ ഒരു വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലവിങ് ഫാമിലി എന്നത് ഒരു ചുറ്റുപാടിൽ ജീവിക്കലാണ് ആ കുട്ടി ഒരു ഓർഫൻ ആയിക്കൊണ്ട് ഒരു സ്ഥാപനത്തിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് എന്നാണ് ഈ ഒരു ചാൾസ് ലോറിംഗ് ബ്രേസിന്റെ ഒരു പഠനം അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ കാഴ്ചപ്പാട് എന്നുള്ളത്. നമുക്കറിയാലേ ഓർഫനേജുകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നല്ലത് ഇത്തരത്തിലുള്ള ഫോസ്റ്ററിംഗ് ഫാമിലി, ഒരു ഫാമിലി ഒരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ എടുത്തുകൊണ്ട് അവർ പോറ്റുന്നു, അവരെ ഒരു ഫാമിലി മെമ്പർ ആയിക്കൊണ്ട് കാണുന്നത്, അതാണ് ഏറ്റവും എഫക്റ്റീവ് എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത്. അങ്ങനെ 1850 എന്താണ് ഈ ഫൗണ്ടഡ് സൊസൈറ്റി, അത്തരത്തിലുള്ള സൊസൈറ്റി അദ്ദേഹം എന്താണ് ഫൗണ്ട് ചെയ്യുകയും അങ്ങനെ എന്താണ് ഈ ഓർഫൻസിനും അതുപോലെ തന്നെ ഈ ഹോംലെസ് ആയിട്ടുള്ള ചിൽഡ്രൻസിനും ഒക്കെ ഫാമിലി ഹോമിലേക്ക് പോവാ എന്നുള്ള ഉദ്ദേശത്തോടാണ് അദ്ദേഹം ഈ തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഐഡിയ എന്താക്കാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഓർഫൻ ട്രെയിൻ മൂവ്മെന്റ് എന്ന ഒരു വലിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് ചിൽഡ്രൻസിന് എന്താക്കി പിന്നെ റീലൊക്കേറ്റ് ചെയ്തു. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ പാരന്റ്സ് ഒക്കെ ബിസി ആയിട്ടുള്ള സ്ഥലത്ത് അവരെ എന്താക്കി ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവരെ വളരെ റൂറൽ ഫാമിലിയിൽ അവരെന്താക്കി ഷിഫ്റ്റ് ചെയ്തു, അവരെ ടേക്കിംഗ് കെയറിന് വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഒരു പിന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പിന്നെന്താണ് ഈ ഫോസ്റ്ററിംഗ് ഫാമിലി എന്ന് പറയുന്ന സംവിധാനം തന്നെ പിന്നീട് ഉടലെടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് കണക്ട് ദ ചാൾസ് ലോറിംഗ് ബ്രേസ് വിത്ത് ഫോസ്റ്ററിംഗ് ഫാമിലി. നിങ്ങളുടെ ആൻസർ വരുമ്പോൾ ഇത് കണക്ട് ചെയ്ത് എഴുതണം. സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫോസ്റ്ററിംഗ് ഫാമിലി? അപ്പോൾ ഈ ഒരു ഇതിന് കുറച്ച് ബെനിഫിറ്റ്സുകളുണ്ട്. സോ let's discuss that. So first one is change a child's life. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് റീസൺസ് പറയുന്നത് തോന്നുന്നു, പക്ഷെ നിങ്ങളുടെ ഇതിൽ 4 പോയിന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അഥവാ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ്. ഒന്നെന്താണ് കുട്ടിയുടെ ലൈഫ് തന്നെ മാറുന്നതാണ്. പ്രൊവൈഡിങ് സ്റ്റെബിലിറ്റി ആൻഡ് ബിലോങ്ങിങ് ക്യാൻ ബി ട്രാൻസ്ഫോർമേറ്റീവ് ഫോർ എ ചൈൽഡ് ഇൻ നീഡ്. സോ ഒരു ഫോസ്റ്റർ ഫാമിലിയിൽ എന്താണ് ഒരു കുട്ടിയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാനും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ എന്താക്കാൻ വേണ്ടിയിട്ട്, ഒരു സേഫ്റ്റി ആക്കാൻ വേണ്ടി, സേഫ് ആക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വളരെ ലവബിൾ ആക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ വളരെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോസ്റ്ററിംഗ് ഫാമിലി സിസ്റ്റത്തിലൂടെ സാധിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ലൈഫ് ലോങ് ബോണ്ട്. സോ ഇത്തരത്തില് എന്താണ് മെനി ഫോസ്റ്റർ റിലേഷൻസ് ഗ്രോ ഇൻ ടു പെർമനന്റ് മീനിങ് ഫാമിലി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു പക്ഷേ പല ടെമ്പററി സാഹചര്യത്തിലും ചെയ്യുന്നതാണ്. ചിലതൊക്കെ എന്താണ് ഈ ഫാമിലി പിന്നീട് പെർമനന്റ് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. പെർമനന്റ് ആയി മാറി കഴിയുമ്പോൾ ഒരു പക്ഷേ പിന്നെ അവരുടെ ഈ ബയോളജിക്കൽ ആയിട്ടുള്ള പാരന്റ്സിനെ തിരിച്ചെത്തിയാൽ അവരിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കുട്ടി എന്താണ് ഒരു കാലം കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയി മാറി. ആ സമയത്തും ഈ കുട്ടി എന്താക്കാണ് ചെയ്യുന്നത്, ഇവരുടെ ഈ ഫോസ്റ്ററിംഗ് ഫാമിലി ആയിട്ട് ഒരു ദേ ആർ കീപ്പ് ഇൻ ടച്ച് അല്ലെ, അവരുടെ ലൈഫ് ലോങ് അൺടിൽ ഡെത്ത് ദേ ആർ കണക്ടിങ്. ചില ആളുകൾ സ്വന്തം മോനെപ്പോലെ തന്നെ ജീവിക്കണം, അങ്ങനെ പല സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡെവലപ്പിംഗ് ലൈഫ് ലോങ് ബോണ്ടാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലേണിംഗ് ന്യൂ സ്കിൽസ് ആണ്. സോ ഫോസ്റ്ററിംഗ് ടീച്ചേഴ്സ് എംപതി, റിലയൻസ് ആൻഡ് ന്യൂ സ്കിൽസ് ടു എവറി ഫാമിലി മെമ്പർ. സോ വീട്ടിലെ മറ്റ് മെമ്പേഴ്സിനൊക്കെ എന്താണ് ചെയ്യുന്നത്, പേഷ്യൻസ്, നല്ല കമ്മ്യൂണിക്കേഷൻസ്, ഇമോഷണൽ സപ്പോർട്ട്, അത്തരത്തിൽ ഒരുപാട് സ്കില്ലുകൾ എന്താണ് അവർ പഠിക്കുന്നത്. കാരണം വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് ചെയ്യുന്നത്. ആ അതിഥിയുമായിട്ട് ഒരുമിച്ച് കൂടി നമ്മൾ എന്താക്കി ചെയ്യുന്നത് പലതും മനസ്സിലാക്കണം. അതായത് നമ്മളുടെ കൂടെ അല്ലായിരുന്ന ആള് നമ്മളുടെ ഒരു കൂടെയുള്ള ഒരാളായി മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് സ്ട്രെങ്തനിങ് ദ കമ്മ്യൂണിറ്റി. സോ ഫോസ്റ്റർ ഫാമിലീസ് ബിൽഡ് ബ്രോഡർ സപ്പോർട്ട് നെറ്റ്വർക്ക്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് മീനിങ്ഫുള്ളി ടു ദെയർ കമ്മ്യൂണിറ്റീസ്. വലിയൊരു മെസ്സേജ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഈ വൾണറബിൾ ആയിട്ടുള്ള കുറെ ചിൽഡ്രൻസ് ഉണ്ടാവും അല്ലെ, ഈ പ്രോപ്പർ കെയറിംഗ് ഒന്നും ഇല്ലാതെ വൾണറബിൾ ആയിട്ടുള്ള കുറെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്റ്ററിംഗ് ഫാമിലി മുന്നോട്ട് വരികയും കുട്ടികളെ ദത്തെടുത്തവരെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് പോകുമ്പോൾ
അത് കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരു വലിയ കോൺട്രിബ്യൂട്ട് ആണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലൊരു ഫോസ്റ്ററിംഗ് ഫാമിലി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കമ്മ്യൂണിറ്റി. സോ വി ആർ ഹെൽപ്പിംഗ് ദ കമ്മ്യൂണിറ്റി. അതാണ് ഫോർത്ത് പോയിന്റ്. പിന്നെ നമുക്ക് ഒരുപാട് പോയിന്റ് ഉണ്ട്, അഥവാ ന്യൂസ്, ഫ്രണ്ട് ആൻഡ് സപ്പോർട്ട്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സുകളാണ്. പിന്നെ നമ്മൾ കൂടുതൽ ഫ്രണ്ട് സർക്കിളുകളും അതുപോലെ തന്നെ എന്താണ് നമുക്ക് സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ഫോസ്റ്ററിംഗ് ഫാമിലികളുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അത്തരത്തിലൊരു ന്യൂ സർക്കിൾ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആണ് മറ്റൊന്ന്. ഇത്തരം പോയിന്റുകൾ അതിൽ പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ഫോസ്റ്ററിംഗ് ഫാമിലി. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുക. സോ നെക്സ്റ്റ് വൺ, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ്. ഇതിൽ 4 ഇതും കൂടെയാണുള്ളത്. സോ എന്താണ് ഈ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ആണ് അടുത്തത് പറയുന്നത്. സോ knowledge development sites, KDS research highlights reciprocal partnerships where both schools and community partners gain tangible benefits. Strong partnerships span 5 key sectors. അപ്പോ KDS അഥവാ നോളജ് ഡെവലപ്മെന്റ് സൈറ്റ്, അപ്പൊ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു മോഡൽ എംഫസൈസ് ചെയ്യുന്ന ഒരു റെസിപ്രോക്കൽ പാർട്ണർഷിപ്പാണ്. അഥവാ സ്കൂളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു വൈഡർ കണക്ഷനാണ് പിന്നെ ഈ ഒരു KDS മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് സ്കൂളിന് മാത്രമല്ല സൊസൈറ്റിക്ക് മാത്രമല്ല, രണ്ട് ഭാഗത്തും ഇതിന് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. സ്കൂളിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാലേ അവർക്ക് കൂടുതൽ റിസോഴ്സ് കിട്ടുന്നുണ്ട് അല്ലെ, കമ്മ്യൂണിറ്റിന് കൂടുതൽ റിസോഴ്സുകൾ അവർക്ക് അവൈലബിൾ ആകുന്നുണ്ട്, ഒരുപാട് എക്സ്പെർട്ടൈസിന് അവർക്ക് അവൈലബിൾ ആകുന്നുണ്ട്, ഒരുപാട് സർവീസസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസിന് സപ്പോർട്ടബിൾ ആണ്. സോ അതാണ് സ്കൂളിന് കിട്ടുന്ന ബെനിഫിറ്റ്. പിന്നെ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി കിട്ടുന്നത് എന്താണ്? കോൺട്രിബ്യൂട്ടിങ് ടു എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷനിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാന്നുള്ളതാണ് കമ്മ്യൂണിറ്റി കിട്ടുന്ന ബെനിഫിറ്റ്. മാത്രമല്ല പിന്നെ സൊസൈറ്റിയിൽ നല്ല, അതായത് അവരുടെ സൊസൈറ്റിയിൽ അവർ സ്കൂളിൽ നിന്നും പഠിച്ച് ഒരാൾ അവരുടെ കളക്ടറായി മാറിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലൊരു ഉന്നമനം എത്തിക്കഴിഞ്ഞാൽ അത് ആ കമ്മ്യൂണിറ്റിക്കാണ് ബെനിഫിറ്റ്. അപ്പൊ നല്ലൊരു ബെസ്റ്റ് ഔട്ട്കം എന്താക്കാണ് കമ്മ്യൂണിറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് അവരുടെ സഹായത്തോടു കൂടെ. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് സ്കൂൾസ് ഓൾസോ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. അപ്പൊ അതാണെന്ത്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെയൊക്കെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷെയർ റെസ്പോൺസിബിലിറ്റി ഫോർ ദ സ്റ്റുഡന്റ് സക്സസ് ആണ്. ഇപ്പൊ കമ്മ്യൂണിറ്റി ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നതും സ്കൂൾ കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ സ്റ്റുഡൻസിന്റെ സക്സസിന് വേണ്ടിയാണ് അല്ലെ. ഇപ്പൊ ടീച്ചേഴ്സിന്റെ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഗവൺമെന്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ ബെനിഫിറ്റ് മാത്രമാണ് ഇതിന്റെ മുമ്പിൽ ലക്ഷ്യം. സോ നമ്മള് ഈ ഒരു പാർട്ണർഷിപ്പിന്റെ വ്യത്യസ്ത വ്യത്യസ്ത സെക്ടേഴ്സുകൾ ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു പിന്നെ പാർട്ണർഷിപ്പ് വരുന്നുള്ളത്? 5 തരത്തിലാണ് ഇത് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സിറ്റി സ്കൂൾ അല്ലെ, സ്റ്റുഡന്റ് ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ്. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ യൂണിവേഴ്സിറ്റിയും സ്കൂളും എന്താക്കാണ് ചെയ്യുന്നത്? അവർ ദേ വർക്കിംഗ് ടുഗദർ ടു ഇംപ്രൂവ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് സ്കൂൾ ക്വാളിറ്റി. അഥവാ സ്കൂള് പിന്നെ റിസീവ് ചെയ്യാണെന്ത് സ്റ്റുഡന്റ് ടീച്ചേഴ്സിന് സപ്പോർട്ട്. അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുതുതായി ഇറങ്ങുന്ന ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന് അല്ല അവരുടെ പുതുതായി ഇറങ്ങുന്ന സ്റ്റുഡൻസ് അവരുടെ ടീച്ചിങ് ട്രെയിനിങ് എന്താക്കാണ് സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് സ്കൂളുകളിൽ ഒരു ഫാക്കൽറ്റീനെ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ടെമ്പററിലി. അങ്ങനെ സ്കൂളിൽ റിസീവ് ചെയ്യുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നു. എന്നാൽ യൂണിവേഴ്സിറ്റിക്കോ അവർക്കൊരു ഈ സ്റ്റുഡൻസിനൊക്കെ ഒരു റിയൽ ക്ലാസ് റൂം പ്ലേസ്മെന്റ് സൈറ്റുകൾ എന്താക്കാണ് അവരുടെ ട്രെയിനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ലഭിക്കുന്നത് സ്കൂളിലൂടെ. രണ്ടാമത്തെ എന്നുള്ളത് പിന്നെ സോഷ്യൽ സർവീസ് പാർട്ണർഷിപ്പാണ്. സോ health and mental health agencies provide on-site services that keep students engaging in learning. So നമുക്ക് അറിയാലേ ഇത് നമ്മൾ ഈ NSS പോലത്തെ ഒരുപാട് കാര്യങ്ങൾ അഥവാ ഈ ഹെൽത്ത് ആൻഡ് വെൽഫെയർ സർവീസുമായിട്ടൊക്കെ ഈ ഹോസ്പിറ്റലുകൾ, കൗൺസിൽ അല്ലെ, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുമായിട്ടൊക്കെ കൊലാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ചെയ്യുന്നത്? ഒരു മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഓൺ സൈറ്റിൽ കുട്ടികൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്ന മാത്രമല്ല ഈ സ്ഥാപനങ്ങൾക്ക് കുട്ടികളുടെ ഒരു സർവീസ് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു ഇതിന്റെ കാര്യം എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്നുള്ളത്
ബിസിനസ് പാർട്ണർഷിപ്പ് ആണ് അല്ലെ. ലോക്കൽ ആൻഡ് നാഷണൽ കമ്പനീസ് കോൺട്രിബ്യൂട്ട് ഫണ്ടിങ് ഓഫ് മെറ്റീരിയൽസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് റെക്കഗ്നിഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫീഡ്ബാക്ക്. സോ സ്കൂൾ എന്താക്കാണ് ചെയ്യുന്നത്, ലോക്കലോ അല്ലെങ്കിൽ നാഷണൽ കമ്പനികളോ ആയിട്ട് പിന്നെ പാർട്ണർഷിപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാല് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനിയുടെ ഒരുപാട് ഡൊണേഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെ മെറ്റീരിയൽസും ഒക്കെ കിട്ടുകയാണ് ചെയ്യുന്നത്. അത് സ്കൂളിന് വലിയ ബെനിഫിറ്റ് ആണ്. മാത്രമല്ല കമ്പനിക്കോ ഒരു ബ്രാൻഡ് റെക്കഗ്നിഷൻ അല്ലെ, ഒരു പ്രൊഡക്റ്റ് ഫീഡ്ബാക്ക് ഒക്കെയാണ് കമ്പനി കിട്ടുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു സ്കൂളിലേക്കുള്ള മുഴുവൻ നോട്ട്ബുക്കും ഒരു പ്രൈവറ്റ് കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിലൂടെ ആ സ്കൂളുകളിന് ഒരുപാട് അറിയുകയാണ് ചെയ്യുന്നത്. കുട്ടികളിലൂടെ ഇങ്ങനെ പരന്നു പോകാനുള്ള സാധ്യത അല്ലെ. ത്രിവേണിയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, ത്രിവേണിയൊക്കെ വളരെ ഫേമസ് ആയി കഴിഞ്ഞത് മുമ്പ്, ഇപ്പോഴുണ്ടോന്ന് അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അവർക്ക് ഫേമസ് ആകുന്നത് ആ രീതിയിലുള്ള ചില കോൺട്രിബ്യൂഷൻസ്, ചില സപ്പോർട്ടുകളൊക്കെ കൊടുക്കുമ്പോഴാണ്. സോ അതാണ് ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ് പാർട്ണർഷിപ്പ്. നാലാമത്തതാണ് പിന്നെ non-profit partnerships. So cultural and service group enrich students' experience and support professional development. അഥവാ ഈ കൾച്ചർ അല്ലേ, എഡ്യൂക്കേഷണൽ, അതുപോലെ തന്നെ മറ്റ് സർവീസ് ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതൊന്നും ഒരിക്കലും ഒരു ലാഭം മുന്നിൽ കണ്ടിട്ടല്ല ചെയ്യുന്നത്, മറിച്ചൊരു സ്റ്റുഡന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമുകളാണ് അവർ മുമ്പിൽ കാണുന്നത് അല്ലെ. ടീച്ചർ ട്രെയിനിങ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി അവയർനെസ് ആക്ടിവിറ്റി, ഇത്തരത്തിൽ എന്താക്കാണ് ഒരു നോൺ പ്രോഫിറ്റബിൾ പാർട്ണർഷിപ്പ് ആണ് അടുത്തൊരു വെറൈറ്റി എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് the local municipality partnership, like police, fire and city official partners with the schools, partner with the schools toward shared goals of safety and student wellness. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ ലോക്കൽ മുനിസിപ്പാലിറ്റി അത്തരത്തിൽ എന്താണ് ഗവൺമെന്റ് സർവീസ്, ലോക്കൽ ഗവൺമെന്റ് സർവീസുകൾ എന്താക്കാണ് ചെയ്യുന്നത്, കൊളാബറേറ്റ് ചെയ്യുന്നതാണുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്. ഇവിടെ ഈ പോലീസ് അറിയാം, അതുപോലെ തന്നെ ഫയർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ സിറ്റി കൗൺസിലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താക്കാം ഒരു സിവിക് അവയർനെസ് ആൻഡ് സ്റ്റുഡന്റ് സേഫ്റ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. മാത്രമല്ല ഒരു എമർജൻസി പ്രിപ്പയർനെസ്, നമുക്കറിയാലേ ഇപ്പോ ഈ ഒരു ഗ്യാസിന് തീപിടിച്ചു കഴിഞ്ഞാല്, അതുപോലെ ഈ ഫയർഫോഴ്സിലുള്ള ആളുകൾ വന്നിട്ട് അതിന്റെ പ്രാക്ടിക്കൽ വശം നമുക്ക് കാണിച്ചു തരുന്ന കാണാം, എങ്ങനെയാണ് അതിന്റെ റെസ്ക്യൂ. അതുപോലെ തന്നെ ഒരു മുങ്ങിത്താകുന്ന ഒരാളെ ഏത് രീതിയിലാണ് രക്ഷപ്പെടുത്തേണ്ടത്, ഒരു ശ്വാസം നിലച്ചു പോയ ഏത് തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് എടുക്കുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്സ്, വ്യത്യസ്ത ടൈപ്പുകളായിട്ടുള്ളത്. ഓക്കെ, ദെൻ next one is attributes of trusting partnership. ഈ ഒരു ഇത്തരത്തിലുള്ള പാർട്ണർഷിപ്പിലുള്ള ഒരു ട്രസ്റ്റ്, ഈ ട്രസ്റ്റ് ഈസ് നോട്ട് അസ്യൂംഡ്, ഇറ്റ്സ് ബിൽഡ് ഡെലിബറേറ്റ്ലി ത്രൂ 5 ഇന്റർകണക്റ്റഡ് ആട്രിബ്യൂട്ട്സ്. അപ്പോ അതാണ് നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പിലുള്ള അതിന്റെ ഒരു സവിശേഷതകളാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള പാർട്ണർഷിപ്പിന്റെ സവിശേഷതകൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് വൺ എന്നുള്ളത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ്, ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ഡെഡിക്കേഷൻ ത്രൂ എക്സ്റ്റെൻഡഡ് വർക്ക് ഡെവലപ്മെന്റ് സർവീസ് ഈവന്റ് സച്ച് സ്പോർട്സ് ആൻഡ് ഹോം വിസിറ്റ്സ്. അത് ഒന്നാമത്തെന്ന് പറഞ്ഞാല് ഈ സവിശേഷത കമ്മിറ്റ്മെന്റ് ആണ്. ഇത്തരത്തിലുള്ള പാർട്ണർഷിപ്പുകൾ സംഭവിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ഒരു വില്ലിങ്നെസ് അല്ലെ, ഒരു പരസ്പരം നമ്മൾ ഇപ്പൊ പല വ്യത്യസ്ത തരത്തിലുള്ള പാർട്ണർഷിപ്പുകൾ പറഞ്ഞ് അവിടെ സ്കൂളും ആ ഒരു പിന്നെ സ്ഥാപനം ആയിരിക്കണം, ഡെഡിക്കേഷൻ വേണം അവർക്ക്. കൂടെ തന്നെ അവർ എക്സ്ട്രാ എഫേർട്ടില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടാണ് ആ പാർട്ണർഷിപ്പില്. അത്തരത്തിൽ വരുമ്പോഴാണ് എന്താക്കാണ് പിന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. റിലയബിൾ ആയിരിക്കണം, ട്രൂലി അവർ കെയർ ആയിരിക്കണം. അത്തരത്തിലൊരു കൃത്യമായ ഒരു കമ്മിറ്റ്മെന്റ് 2 സ്ഥാപനത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് communication, അല്ലേ? So reciprocal communication means active listening, sharing ideas, choosing preferred mode. So രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ടു വേ ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലെ, കൃത്യമായിട്ടുള്ള
പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നതാണ്. ഒരു ഗുഡ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലിസണിങ് ആസ് മച്ച് എസ് സ്പീക്കിംഗ്. നമ്മളെ ഭാഗത്തുള്ള ആവശ്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറയുന്നതിനപ്പുറം നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കൂടെയുള്ള ഒരു മനസ്സ് വേണമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, കൃത്യമായിട്ട് ഇത് എഫക്റ്റീവായിട്ട് നടക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് ഓക്കെ റെസ്പെക്റ്റ് ആണ്. റെസ്പെക്ട്. സോ empathy and kindness towards students and genuine valuing of the input and value experience of families and community partners. So respect അല്ലേ, അഥവാ വാല്യൂയിങ് അതേഴ്സ്, അവരുടെ ഫീലിങ്സിനെ, അവരുടെ ഒപ്പീനിയൻസിനെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വാല്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ കൃത്യമായ റെസ്പെക്ട് എന്താക്കാണ് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു പോസിറ്റീവ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് കൊളാബറേഷൻ ആണ്. Working together on real projects so that every partner's ideas contribute meaningfully to outcome of students. So ഒരു കോമൺ ഗോളിന്, നമ്മൾ കൊളാബറേഷൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ടുഗദർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പാർട്ട്ണർഷിപ്പ് എപ്പോഴാണ് സ്ട്രോങ് ആവുന്നത്, ജനങ്ങള് അഥവാ രണ്ട് സ്ഥാപനത്തിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് അല്ലെ, ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് അലോൺ, അവർ ഓരോരുത്തരും ഒന്നൊന്നായി വർക്ക് ചെയ്യുന്നതിന് പകരം ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുക. ദ ലാസ്റ്റ് വൺ ഈസ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് അല്ലെ. പ്രൊഫഷണൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാല് having the skill and knowledge to do that job well. അഥവാ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്, അഥവാ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ എബിലിറ്റി, നമ്മുടെ എബിലിറ്റിയിൽ കൃത്യമായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ആളുകൾ കോൺഫിഡന്റ് ആയിരിക്കണം. അതുമാത്രമല്ല ടീച്ചേഴ്സ് മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ഹാൻഡ്ലിംഗ് ഡിഫറെന്റ് സ്റ്റുഡന്റ് നീഡ് ആൻഡ് സിറ്റുവേഷൻസ്. ആ ഒരു പ്രൊഫഷണൽ കോമ്പറ്റൻസ് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു സ്കിൽ, അതുപോലെ തന്നെ നോളജ് ടു ഡു ദ വെൽ. നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ സ്കില്ല് കാര്യങ്ങൾ, അതുപോലെ തന്നെ നോളജ് ഈ ഒരു പാർട്ണർഷിപ്പിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു എഫക്റ്റീവ് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പാർട്ണർഷിപ്പിന്റെ ഭാഗത്തിൽ പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് അത്ര പ്രധാനപ്പെട്ട ഏരിയാസ് അല്ല, അത് മറ്റൊന്നോട് കൂടിയിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ഏരിയ ആണ്, നമ്മൾ ടൈം കഴിഞ്ഞോ? കഴിഞ്ഞോ നമ്മുടെ പോയിന്റ് ആണ് ഇത്. ടീച്ചേഴ്സ് റോൾ ഇൻക്ലൂഷൻ എന്നുള്ള ലാസ്റ്റ് പോയിന്റ് ആണ്. ഇച്ചിരി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 10-28 പോയിന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കുന്ന അത്രയും ലളിതമായിട്ടാണുള്ളത്. ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടീച്ചേഴ്സ് റോൾ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാല്, ഓക്കെ ഡയറക്റ്റ് പോയിന്റിലേക്ക് പോകാം. അപ്പോ ഒന്നാമത്തെ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ, ദെൻ കോപ്പറേറ്റീവ് ലേണിംഗ്, ദെൻ പാരന്റൽ കമ്മ്യൂണിക്കേഷൻ, വാരിയഡ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെ 4 പോയിന്റ് ആണ് ഈ പിപിടിയിൽ പറഞ്ഞത്. പക്ഷെ അതിലപ്പുറം ഒരുപാട് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ സ്റ്റുഡന്റ് നീഡ് ആണ് അല്ലെ. അഥവാ കൃത്യമായിട്ട് എന്താക്കണം, ടീച്ചേഴ്സിന് എന്താക്കണം, ആദ്യം ഒബ്സർവ് ചെയ്യണം. എന്റെ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യണം. അവരുടെ സ്കിൽ എന്താണ്, അവരുടെ ഇമോഷണൽ വെൽബീങ് എന്താണ്, അവരുടെ ഫിസിക്കൽ നീഡ് എന്താണ്, അവരുടെ അക്കാഡമിക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്, വാട്ട് എവർ ടീച്ചേഴ്സ് വുഡ് ഐഡന്റിഫൈ വാട്ട് എവർ ദ തിങ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ സ്റ്റുഡന്റ്. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് കോപ്പറേറ്റീവ് ലേണിംഗ് അല്ലെ. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്താക്കണം, ഡിസൈൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വേർ സ്റ്റുഡൻസ് വർക്ക് ടുഗദർ. കുട്ടികളിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കോപ്പറേറ്റീവ് ലേണിംഗ് നമുക്ക് സാധ്യമാണോ ആ സ്ഥലങ്ങളിലൊക്കെ ടുഗദർ വർക്കിംഗ് നമ്മൾ എന്താക്കുക, പ്രൊമോട്ട് ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക, ലേൺ ഫ്രം ഈച്ച് അതർ. അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് എന്താക്കുക, ക്ലാസ്സിൽ എന്താക്കുക, പിന്നെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളത്. മൂന്നാമത്തെ റോൾ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് പാരന്റൽ കൺസേൺസ് അല്ലെ. ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് റെഗുലർലി വിത്ത് പാരന്റ്സ് അല്ലെ. കുട്ടികളുടെ പ്രോഗ്രസ് ഷെയർ ചെയ്യുക, ടീച്ചിങ് സ്ട്രാറ്റജികൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ചില സമയത്ത് ചില വർക്കുകളൊക്കെ നമ്മൾ ഹോംവർക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ പാരന്റ്സിന് ചെറിയ ഇൻഫർമേഷൻ കൊടുക്കണം. പാരന്റ്സിനെ കൂടെ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലാതെ ഇതിൽ കോമൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഡൗട്ടുകളൊക്കെ മാക്സിമം എന്താണ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ എന്താക്കുക, ഒരു പാരന്റൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാം. നാലാമത്തെന്ന് പറഞ്ഞാൽ വാരീഡ് ഇൻസ്ട്രക്ഷണൽ ഫോർമാറ്റ്സ് ആണ് അല്ലെ. വാരീഡ് ഇൻസ്ട്രക്ഷൻ ആണ്. അഥവാ ടീച്ചേഴ്സ് എന്താക്കുക, ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡുകൾ യൂസ് ചെയ്യുക. അവരുടെ ഡൈവേഴ്സ് ലേണിംഗ് നീഡാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ അതാണ് ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. നമുക്ക് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് എന്താക്കുക, ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് നമ്മൾ എന്താക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
ഇനിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളെ PPT ഒരു സ്ലൈഡ് കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ, സമ്മറി ഓഫ് ദ ടീച്ചേഴ്സ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതിൽ നിങ്ങളുടെ മുമ്പ് പറഞ്ഞ ഈ ടീച്ചേഴ്സ് റോൾ ഇല്ലേ, ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഒക്കെ സെയിം പോയിന്റുകളും ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 10, 28, 30ഓളം പോയിന്റുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് ഇവിടെയും ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞത്. അപ്പൊ നമുക്ക് മാക്സിമം ഒന്ന് വലുതാക്കിയിട്ട് എഴുതാൻ കഴിയണം. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോണേ. ഓക്കെ, അതായത് മാക്സിമൈസ് പൊട്ടൻഷ്യൽ അല്ലെ, മാക്സിമൈസ് സ്റ്റുഡൻസ് പൊട്ടൻഷ്യൽ. അഥവാ ടീച്ചേഴ്സിന് എന്താക്കാൻ കഴിയണം, എല്ലാ കുട്ടികളും എന്താക്കുക, അവരുടെ ഹയസ്റ്റ് പോസിബിൾ പൊട്ടൻഷ്യലിലേക്ക് എന്താക്കണം കുട്ടികൾ എത്തിക്കാൻ കഴിയണം. അതായത് കുട്ടികളെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് അവരെന്താക്കുക, അവരെ കണ്ടിന്യൂസ്ലി ഗൈഡ് ചെയ്തുകൊണ്ട് എന്താക്കുക, അവരുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളത്. പിന്നെ അക്സെപ്റ്റൻസ് പ്രൊമോട്ട് ചെയ്യുക. അഥവാ കുട്ടികൾക്ക് എന്താക്കുക, ഒരു ഹ്യൂമൻ ഡിഫറൻസസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കുട്ടികൾ കൊടുക്കുക. ഇത് ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് മാത്രമല്ല, മറ്റുള്ള കുട്ടികൾക്ക് ഈ തരത്തിലുള്ള അക്സെപ്റ്റൻസ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അഥവാ ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള, ക്ലാസ്മേറ്റ്സിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കുട്ടികൾക്ക് എന്താക്കുക കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സീറോ റിജക്ഷൻ പോളിസി അല്ലെ, അഥവാ എവ്രി ചൈൽഡ് ഇസ് വെൽക്കംഡ് ഇൻ ടു ദ ക്ലാസ് റൂം വിത്തൗട്ട് എക്സ്ക്ലൂഷൻ. അവരുടെ എബിലിറ്റിയോ ബാക്ക്ഗ്രൗണ്ടോ നോക്കാതെ, എക്സ്ക്ലൂഷൻ ഇല്ലാതെ സീറോ റിജക്ഷൻ പോളിസി, കംപ്ലീറ്റ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് ഗോളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ IEP ഉണ്ടല്ലോ, അഥവാ പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഓരോ കുട്ടികൾക്കും വേണ്ട രീതിയിലുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, IEP എന്നുള്ളതാണ് ഇതിന്റെ പോയിന്റ്. അടുത്തൊന്നാണ് കരിക്കുലം ഡിസൈൻ അല്ലെ. സോ കൃത്യമായിട്ട് എന്താക്കുക, കരിക്കുലം മെറ്റീരിയൽസ്, അഥവാ ഓരോ കുട്ടികൾക്കും സ്യൂട്ട് ആവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് എഫക്റ്റ് ആവുന്ന രീതിയിൽ, എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താക്കുക കരിക്കുലം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. നമ്മൾ മുമ്പ് ഇന്നലെ പഠിച്ചിട്ടുണ്ട് പ്രൊആക്റ്റീവും പിന്നെ റിയാക്റ്റീവും, നമ്മളെ DIയുടെ ഒക്കെ, അതൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് വരും. നമ്മൾ എഴുതണമെന്നില്ല, പക്ഷെ ഞാൻ പറയാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് അല്ലെ അടുത്തൊന്ന് പറയുന്നത്. അതോ ഒബ്സർവ് ബിഹേവിയർ, അഥവാ കുട്ടികൾ എന്താക്കുക, കൃത്യമായി ക്ലാസ് റൂമിൽ അവരുടെ ബിഹേവിയർ, അതുപോലെ തന്നെ നീഡുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ അപ്രോച്ചുകൾ എന്താക്കുക നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ, അവർക്ക് വേണ്ട രീതിയിൽ ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയാം. അടുത്തൊന്ന് ഇൻവോൾവ് പാരന്റ് ആണ് അല്ലെ, ആക്റ്റീവ്ലി ഇൻക്ലൂഡ് ഫാമിലീസ് ഇൻ ഗോൾ സെറ്റിംഗ്സ്, പ്ലാനിങ് ആൻഡ് ഓൺ ഗോയിങ് എഡ്യൂക്കേഷണൽ പ്രോസസ്. അഥവാ പാരന്റ്സിനെ മാക്സിമം എന്താക്കുക സ്കൂളിൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രൊഫഷണൽ ലിങ്ക് എന്താക്കുക മെയിൻറ്റെയിൻ ചെയ്യുക. അഥവാ നമ്മളെ ഔട്ട്ഡോറിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് സ്പെഷ്യലിസ്റ്റിനെയും തെറാപ്പിസ്റ്റ് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സ്കൂളുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താക്കുക ഒരു പ്രൊഫഷണൽ ലിങ്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കൃത്യമായി ഇൻക്ലൂസീവ് ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റ് ഇതിൽ കാണുന്നത്. പിന്നെ അതിന് പുറമെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് കൊടുക്കുക, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അഥവാ അല്ലെ കുട്ടികളുടെ ഒരു കോഗ്നീറ്റീവ് ആയിട്ടുള്ള ഫിസിക്കലും ഇമോഷണലി മെന്റലി സോഷ്യലി ഒക്കെ ഒരു ഡെവലപ്മെന്റ് കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടിയിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇങ്ങനെ പെറുക്കിയെടുത്ത് പറയാണ്. സോഷ്യൽ സ്കില്ലുകൾ കുട്ടിയിൽ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവയർനെസ് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. നിങ്ങളിത് ഞാനിങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ എന്താക്കുക ഈ കാര്യം എന്താക്കുക നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. ആ അവസാന ഭാഗങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. വളരെ എളുപ്പമായിട്ട് വിശദീകരിച്ച് പോകുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിലുള്ള ഭാഗങ്ങൾ വരുന്നത്. എന്നൊക്കെ പിന്നെ ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അഥവാ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഓരോ പാഠത്തിലെയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒരു പാഠത്തു നിന്നും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കില്ല. അപ്പൊ ഡയറക്റ്റ് ഹെഡിങ് ബേസിൽ തന്നെ പഠിച്ചു പോവാ. അതങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്താക്കും ചോദ്യം വരുന്നുള്ളതാണ്. ഇപ്പോ സമയം ഏറെ വൈകിട്ടുണ്ട്, ഒരുപാട് പിന്നെ പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയില്ല. സോ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടോ? വളരെ കുറഞ്ഞ ആളുകളാണുള്ളത്, ബട്ട് സ്റ്റിൽ നമ്മൾ ഒരാളാണെങ്കിലും ക്ലാസ് എടുക്കണം, അതാണ് നമ്മളെ പോളിസി. എനിക്ക് ഇത് പുത്തരിയല്ല, കാരണം എന്റെ ഈ സ്കൂളിൽ ചില ക്ലാസ്സിൽ 3 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ് ഉണ്ട് ഇവിടെ, ചില ക്ലാസ്സിൽ. ഡൗട്ട് ഒന്നുമില്ല സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഫൈൻ. എനിവേ ഓൾ ദ ബെസ്റ്റ്.